അപ്പോൾ നമ്മളിന്ന് പുതിയ ഒരു ടെക്സ്റ്റ് ആരംഭിക്കുകയാണ്. ടെക്സ്റ്റ് ഏതാണെന്ന് പറഞ്ഞില്ലായിരുന്നു. ഏതായാലും നമുക്ക് സമയമൊന്നും കളയണ്ട. നമുക്ക് നേരെ തന്നെ അതിലേക്ക് പ്രവേശിക്കാം. ഒരൊറ്റ കാര്യം മാത്രം ഞാൻ ഓർമ്മിപ്പിച്ചുകൊള്ളുവാണ്. അതായത് ഈ ഒരു ടെക്സ്റ്റ് നമ്മൾ ഡിസ്കഷൻ എടുക്കുമ്പോൾ പ്രധാനമായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ടീനേജിൽ ഉള്ളവരും അതുപോലെ ഏർലി 20s ഉള്ളവരെയുമാണ് പ്രധാനമായിട്ട് ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു തരത്തിലുള്ള ഒരു മോട്ടിവേഷൻ എന്ന് തന്നെ വേണേൽ പറയാം. ഒരുപക്ഷെ ഞാൻ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു മോട്ടിവേഷൻ ക്ലാസ് എടുത്തിട്ടില്ല. എന്നുവെച്ചാൽ അത്തരം ഒരു ബുക്ക് ഞാൻ ചെയ്തിട്ടില്ല. ഇതിനു മുമ്പ് നമ്മൾ മോട്ടിവേഷണൽ പുസ്തകങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് കുറച്ച് സ്ട്രോങ് ആണ്, കണ്ടൻസ്ഡ് ആണ്, ടു ദ പോയിന്റ് ആണ്. പിന്നെ ഇതിനു മുമ്പ് ചെയ്തവരെക്കാളൊക്കെ വേറിട്ട ഒരു പേഴ്സണാലിറ്റിയാണ് ഇത് ചെയ്യുന്നത്. എല്ലാ പുസ്തകങ്ങളും ഗംഭീരം തന്നെയാണ്, എല്ലാം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് അതിൽ നിന്ന് ഒരല്പം വേറിട്ട് നിൽക്കുന്നു. അപ്പൊ നമുക്ക് നമ്മുടെ സബ്ജക്റ്റിലേക്ക് വരാം. നമ്മുടെ ഈ ക്ലാസ് തുടങ്ങുമ്പോൾ ഒരു മനുഷ്യൻ അയാളുടെ സ്റ്റോറി ഓർത്തെടുക്കുകയാണ്. ഒരു മനുഷ്യൻ അദ്ദേഹം ബോംബെയിലെ ഒരു നഗരത്തിലൂടെ നടന്നു പോവുകയാണ്. ബാന്ദ്ര എന്ന് പറയുന്ന ഒരു സ്ഥലത്തൂടെ നടന്നു പോവുകയാണ്. അവിടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഗ്ലോബസ് എന്ന് പറയുന്ന ഒരു തിയേറ്ററിന് മുമ്പിലെത്തി. അപ്പോൾ അവിടെ ഒരു സിനിമ പ്രദർശനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ബോർഡിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹത്തിന് കുറേ ഓർമ്മകൾ പുറയിലേക്ക് പോവുകയാണ്. എന്തുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന് അത് കണ്ടപ്പോൾ അങ്ങനെ തോന്നിയത് എന്നുള്ളത് നമുക്ക് പിന്നീട് മനസ്സിലാവും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ പുറകോട്ട് പോയി. അദ്ദേഹം ജനിച്ചത് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലാണ്. അച്ഛൻ പട്ടാളത്തിലായിരുന്നു. ഒരു മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ അപ്പർ മിഡിൽ ക്ലാസ് ആണ്. അച്ഛൻ പട്ടാളത്തിലെ ഒരു നല്ല റാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു. അമ്മ ഡോക്ടർ ആയിരുന്നു. അപ്പം അത്യാവശ്യം ഒരു അപ്പർ മിഡിൽ ക്ലാസ്സിലാണ് അദ്ദേഹം ജനിച്ചത്. പക്ഷേ ഇവരുടെ വീട്ടിൽ നിരന്തരം പ്രശ്നങ്ങളായിരുന്നു. അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രശ്നങ്ങൾ കാരണം ഇദ്ദേഹത്തിന് ഇൻഡിവിജ്വൽ അറ്റൻഷൻ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ എഡ്യൂക്കേഷനൊക്കെ ഓക്കെയാണ്, പക്ഷേ അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിൽ, അദ്ദേഹത്തിന്റെ ഇമോഷണൽ വെൽനെസ്സിൽ, ഇമോഷണൽ ഹെൽത്തിൽ ഒന്നും ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. അച്ഛനും ചെയ്തിട്ടില്ല, അമ്മയും ചെയ്തിട്ടില്ലായിരുന്നു. അതിൻ്റെയൊക്കെ ഒരുപാട് ടോൾ ഇദ്ദേഹം കൊടുക്കുന്നുണ്ട് ലൈഫിന്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിലൂടെ അദ്ദേഹം കടന്നു വന്നു. ആരും ഒന്നും അത്ര ശ്രദ്ധിക്കാത്തൊരു കുട്ടിയായിരുന്നു. അത്യാവശ്യം കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കും, കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. അല്ലാതെ ആരും അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല ഇദ്ദേഹത്തെ. മോർ ഓർ ലെസ് ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. പിന്നെ അദ്ദേഹം കുറച്ച് ചബ്ബി ആയിരുന്നു. അതുകൊണ്ട് അദ്ദേഹം സ്പോർട്സിലൊന്നും പങ്കെടുത്തില്ല. ചബ്ബി ആവാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. എന്താണ് ആ കാരണം? ആരും അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിൽ അങ്ങനെ ശ്രദ്ധിക്കാത്തത് കൊണ്ട് അദ്ദേഹം പലപ്പോഴും അദ്ദേഹം ഒറ്റയ്ക്കാണ്. ആ ഒറ്റയ്ക്കിരിക്കുന്ന വിഷാദത്തെ മറികടക്കാൻ വേണ്ടി നന്നായിട്ട് ആഹാരങ്ങൾ കഴിക്കും. അത് കണ്ണി കണ്ടതൊക്കെ അദ്ദേഹം കഴിക്കും. അതായത് റിച്ച് ഫുഡ് എന്ന് പറയുമ്പോഴത്തേക്കും അൾട്രാ പ്രോസസ്ഡ് ഫുഡ്, അതാണല്ലോ റിച്ച് ഫുഡ്. അപ്പൊ അത്തരത്തിലുള്ള അൾട്രാ പ്രോസസ്ഡ് ഫുഡുകളൊക്കെ ധാരാളമായി കഴിച്ച്, ചോളെ ഭട്ടൂര പോലെയുള്ള നോർത്ത് ഇന്ത്യൻ ഡിഷസ് ഒക്കെ ധാരാളമായിട്ട് കഴിച്ച്, അദ്ദേഹം ഏകദേശം ഒരു പഞ്ചാബി ഹിന്ദു ഫാമിലിയിലാണ് അദ്ദേഹം ജനിച്ചത്. അങ്ങനെ കഴിച്ച് അദ്ദേഹം അത്യാവശ്യം നല്ല ചബ്ബിയായിരുന്നു. അതുകൊണ്ട് തന്നെ പലരും അദ്ദേഹത്തെ കളിയാക്കുമായിരുന്നു. ആ സമയത്ത് ബോഡി ഷെയ്മിങ് നടത്തുമായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടായ പല പ്രശ്നങ്ങൾ ഇദ്ദേഹത്തെ അലട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ ഇദ്ദേഹം ഒരു കാര്യം നോട്ടീസ് ചെയ്തു. തനിക്ക് തൻ്റെതായ മാത്രമായ ചില കഴിവുകളുണ്ട്, യുണീക്ക് ആയിട്ടുള്ള കുറച്ച് കഴിവുകളുണ്ട്. അത് അദ്ദേഹം വളർത്തിക്കൊണ്ട് വന്നു തനിച്ച് തന്നെ. അത് അദ്ദേഹത്തിന്റെ ഹ്യൂമർ സെൻസ് ആയിരുന്നു ഒന്ന്. മറ്റൊന്ന് അദ്ദേഹത്തിന്റെ ഒബ്സർവേഷണൽ സ്കില്ലുകളായിരുന്നു. മറ്റൊന്ന് അദ്ദേഹത്തിന് എഴുതാനും സംസാരിക്കാനും കഴിയുമായിരുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള സ്കില്ലുകളൊക്കെ അദ്ദേഹം നോട്ടീസ് ചെയ്ത് അത് മെല്ലെ മെല്ലെ വളർത്തി കൊണ്ടുവരുമായിരുന്നു. ഏതായാലും അദ്ദേഹം ഗ്രാജുവേഷൻ ചെയ്തത് IIT ഡൽഹിയിലാണ് ഗ്രാജുവേഷൻ ചെയ്തത്. അതിനുശേഷം അദ്ദേഹം മാസ്റ്റർ ഡിഗ്രി എടുത്തു. അതും ഒരു ഇന്ത്യയിലെ തന്നെ പ്രശസ്തമായിട്ടുള്ള ഒരു ബിസിനസ് മാനേജ്മെന്റ് കോളേജിൽ നിന്ന് അദ്ദേഹം മാസ്റ്റേഴ്സ് ഡിഗ്രി എടുത്തു. അതിനുശേഷം അദ്ദേഹം ബാങ്കിങ് സെക്ടറിലേക്ക് തിരിയുകയാണ്. അദ്ദേഹത്തിന് വിദേശ രാജ്യങ്ങളിൽ തന്നെ പല ബാങ്കുകളിലായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. പല രാജ്യങ്ങളിൽ അദ്ദേഹം പ്രവർത്തിച്ചു. അത്യാവശ്യം നന്നായിട്ട് ഏൺ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം ഈ ബോംബെയിലേക്ക് തന്നെ തിരിച്ചു വരുന്നത് ഒരു ബാങ്കിന്റെ തന്നെ ഒരു സീനിയർ ആയിട്ടുള്ള ഒരു
പ്രൊമോഷൻ കിട്ടി ഒരു സീനിയർ ഉദ്യോഗസ്ഥനായിട്ട് അദ്ദേഹം ബോംബെയിലേക്ക് തിരിച്ചു വരികയാണ്. അങ്ങനെ തന്റെ ബാങ്കിങ് കരിയറുമായിട്ട് അദ്ദേഹം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് എഴുത്ത്, താൻ ഒരിക്കൽ മറന്നു വെച്ച ആ എഴുത്ത് അദ്ദേഹം പുനരാരംഭിക്കുകയാണ്. അങ്ങനെ താൻ ജീവിച്ചു തന്റെ അറൗണ്ട് 35-40 ആ ടൈമിൽ അദ്ദേഹം ആദ്യത്തെ പുസ്തകം റിലീസ് ചെയ്തു. അത് തരക്കേടില്ലാത്ത രീതിയിൽ സ്വീകരിക്കപ്പെടുകയുണ്ടായി ലോകത്തെല്ലായിടത്തും. സെക്കൻഡ് ബുക്ക് ഇറങ്ങി വിത്തിൻ 2 days അതിന്റെ 50,000 കോപ്പികളാണ് വിറ്റഴിഞ്ഞത്. സെക്കൻഡ് ബുക്ക് ഇറങ്ങുന്നത് 2006-ലാണ്. 50,000-ഓളം കോപ്പികൾ ആദ്യത്തെ ആഴ്ചയിൽ തന്നെ വിറ്റഴിഞ്ഞ് അത് റെക്കോർഡ് സൃഷ്ടിക്കുകയുണ്ടായി. ആ പുസ്തകത്തിന്റെ പേര് വൺ നൈറ്റ് അറ്റ് ദ കോൾ സെന്റർ എന്നായിരുന്നു ആ പുസ്തകത്തിന്റെ പേര്. ഇപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ ഞാൻ ആരെ കുറിച്ചാ പറഞ്ഞു വരുന്നത്? ചേതൻ ഭഗത്താണ്. യെസ്, ശ്രദ്ധ. അപ്പോ മേധയല്ലേ? ഓക്കെ, മേധ. അമ്മു ആണ് എൻ്റെ മനസ്സിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ചേതൻ ഭഗത്തിനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞു വരുന്നത്. അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ പുസ്തകം അങ്ങനെ ഒരു ബെസ്റ്റ് സെല്ലറായി മാറി. പിന്നീട് അദ്ദേഹത്തിന്റെ ധാരാളം പുസ്തകങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. അതൊക്കെ സിനിമയായിക്കൊണ്ടിരുന്നു. ഇപ്പോ പല 3 ഇഡിയറ്റ്സ് അദ്ദേഹത്തിന്റെ സിനിമയായിട്ടുണ്ട്, 2 സ്റ്റേറ്റ്സ് അദ്ദേഹത്തിന്റെ സിനിമയായിട്ടുണ്ട്, ഹലോ എന്ന് പറയുന്നത് സിനിമയായിട്ടുണ്ട്. അങ്ങനെ സിനിമകൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു, പുസ്തകങ്ങൾ ഇറങ്ങിക്കൊണ്ടിരുന്നു. അദ്ദേഹം ഫെയിമിൽ നിന്ന് ഫെയിമിലേക്ക് പോയിക്കൊണ്ടിരുന്നു. അദ്ദേഹം ഇതിനോടകം തന്നെ ബാങ്കിങ് സെക്ടറിനോട് വിട പറഞ്ഞിരുന്നു. ബാങ്കിങ് സെക്ടറിൽ നിന്ന് അദ്ദേഹം വിട്ടുപോയിരുന്നു. അദ്ദേഹം ഫുൾ ടൈം ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തു. എഴുത്തിന് വേണ്ടിയും ക്രിയേറ്റീവ് വർക്കിന് വേണ്ടി അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തു. ഇന്ന് അദ്ദേഹം, അതായത് ആ ബാന്ദ്രയിൽ ആ തിയേറ്ററിന് മുമ്പിൽ നിൽക്കുന്ന ആ വ്യക്തി എന്ന് പറയുന്നത് ഇന്ന് ലോകത്തിലെ ഏറ്റവും മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള വ്യക്തികളിൽ ഒരാളാണ്. ടൈം മാഗസിൻ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ഇന്ത്യൻ എന്നുള്ള 100 പേരുടെ ലിസ്റ്റിൽ ഇന്ത്യൻസ് അല്ല, ലോകത്തെ എല്ലായിടത്തുമുള്ള 100 പേരുടെ ലിസ്റ്റ് എടുത്തു. മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള 100% ഒരാളെന്ന് പറയുന്നത് അത് ചെറിയ കാര്യമല്ല, ചേതൻ ഭഗത്താണ്. ചേതൻ ഭഗത്ത് അത്രയധികം ഇൻഫ്ലുവൻഷ്യൽ ആണ്. അദ്ദേഹം യൂത്തിനിടയിലും മനുഷ്യർക്ക് മിഡിൽ ക്ലാസ്സിനിടയിലും എലീറ്റ് ക്ലാസ്സിലും എല്ലായിടത്തും ഇദ്ദേഹം വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ അത്രയും ഗിഫ്റ്റഡ് ആണ്, അദ്ദേഹത്തിന്റെ ഒബ്സർവേഷൻ അത്രയും ഗിഫ്റ്റഡ് ആണ്. അദ്ദേഹം പറയാണ്, ആ ഗ്ലോബസ് എന്ന് പറയുന്ന തിയേറ്ററിന് മുമ്പിൽ നിന്ന് അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം നമ്മളോടായിട്ട് പറയുകയാണ്, എനിക്ക് ലോകത്തിലെ എല്ലായിടത്തേക്കും ആക്സസ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് വായിക്കുന്ന എല്ലാവർക്കും കിട്ടാത്ത ആക്സസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ലോകത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മനുഷ്യർ, ഈ ലോകത്തെ ഏറ്റവും റിച്ച് ആയിട്ടുള്ള മനുഷ്യർ, ഈ ലോകത്തെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള മനുഷ്യർ, അങ്ങനെയുള്ള എലീറ്റ് ക്ലാസ്സിലേക്ക് എനിക്ക് ആക്സസ് കിട്ടിയിട്ടുണ്ട്. അവർ എൻ്റെ മുമ്പിൽ അവരുടെ വിലപ്പെട്ട സമയം അവരെന്നോടൊപ്പം ചിലവഴിച്ചിട്ടുണ്ട്. ഞാൻ അവരോട് മണിക്കൂറുകളോളം ദിവസങ്ങളോളം അവരോട് കൂടെ താമസിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേരെ ഞാൻ അടുത്ത് നിന്ന് ഒബ്സർവ് ചെയ്ത് പഠിച്ചിട്ടുണ്ട്. ഇൻഡസ്ട്രിയലിസ്റ്റിനെയും വ്യവസായികളെയും ബിസിനസ് പീപ്പിൾസിനെ എല്ലാം ഞാൻ അടുത്ത് നിന്ന് ഒബ്സർവ് ചെയ്ത് പഠിച്ചു. ബില്യനയേഴ്സ് ആണ് അവരെ അടുത്ത് നിന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിലൊരു ആഗ്രഹം വരികയാണ്, ഇത് ഞാൻ മാത്രം അറിഞ്ഞാൽ പോരാ, എനിക്കറിയാം എങ്ങനെയാണ് ഇവരിങ്ങനെ ആയതെന്ന്. ഇവരെങ്ങനെ ഈ ടോപ്പ് ക്ലാസ്സിലെത്തിയെന്ന് എനിക്ക് മനസ്സിലായി. അതിൻ്റെ രഹസ്യം ഞാൻ കണ്ടെത്തി. പക്ഷേ എൻ്റെ ഹൃദയം ഇങ്ങനെ മിടിച്ചുകൊണ്ടിരുന്നു. ഇത് ഞാൻ മാത്രം അറിഞ്ഞാൽ മതിയോ? എനിക്ക് മാത്രം കിട്ടിയാൽ മതിയോ? എൻ്റെ കൂടെയുള്ള മനുഷ്യർ അവർ ഒരുപാട് ഡൗൺ ട്രോഡൺ ആയി കിടക്കുകയാണ്. ഇന്ത്യ പോലെ പെർ ക്യാപിറ്റ ഇൻകം കുറഞ്ഞ ഒരു രാജ്യത്തെ മിഡിൽ ക്ലാസ് എന്ന് പറയുന്നത് സ്ട്രഗ്ലിംഗ് ആണ്. അതിൻ്റെ താഴെയുള്ള വർക്കിംഗ് ക്ലാസ് എന്ന് പറഞ്ഞാൽ സ്ട്രഗ്ലിംഗ് ആണ്. അപ്പോൾ അവർക്കും കൂടെ ഈ രഹസ്യം എത്തണ്ടേ, അവരിലും കൂടെ ഈ സീക്രട്ടുകൾ എത്തിച്ചേരണ്ടേ, അവർക്കും കൂടെ മുകളിലേക്ക് വരാൻ അതൊരു അവസരമാകേണ്ടേ? അങ്ങനെ ആയാൽ മാത്രമല്ലേ ഈ ലോകത്തൊരു ഇക്വാലിറ്റി നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അല്പമെങ്കിലും ഒരു ഇക്വാലിറ്റി, ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു സൊസൈറ്റി നമുക്ക് ക്രിയേറ്റ് ചെയ്യണ്ടേ? അപ്പോൾ അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ഇവരിലൂടെയൊക്കെ സഞ്ചരിച്ച് ക്രോഡീകരിച്ചെടുത്ത കുറേ ആശയങ്ങൾ അദ്ദേഹം ഒരു പുസ്തകമാക്കി 2024 നമ്മുടെ മുമ്പിൽ എത്തുകയാണ്. തൊട്ട് പോയ വർഷം 2024 അദ്ദേഹം നമ്മുടെ മുമ്പിലെത്തി ആ പുസ്തകവുമായിട്ട്. ഏതാണ് ആ പുസ്തകം? ഏതായിരുന്നു ആ പുസ്തകം? ആ പുസ്തകം മറ്റൊന്നുമല്ല, ഇതാണ് ആ പുസ്തകം. നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടോ? ഇത് ഞാൻ ഇതായിട്ടാണ്, മിറർ ഇമേജ് ആണോ കാണുന്നത്? 11 Rules for Life. യെസ്, 11 Rules of Life.
11 റൂൾസ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ഒരു പവർഫുൾ പുസ്തകമാണ് നമ്മൾ ഇന്ന് ഡിസ്കഷന് വേണ്ടി എടുക്കുന്നത്. ഞാൻ ഒട്ടും സമയം കളയുന്നില്ല, നമുക്ക് അതിലേക്ക് പ്രവേശിക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് ഈ പുസ്തകം ഉണ്ടായതെന്ന് മനസ്സിലായില്ലേ? റിയൽ ലൈഫിൽ നിന്ന് എടുത്തതാണ്. ഈ ലോകം നമ്മൾ കാണുന്ന ഒരു ലോകമല്ല, നമ്മൾ കാണാത്ത, നമുക്ക് ആക്സസ് ഇല്ലാത്തൊരു ലോകമുണ്ട്. ആ ലോകത്ത് പോയിട്ട് അവിടുന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുത്ത ആശയങ്ങളാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. അൾട്ടിമേറ്റ് ഫിസിക്കൽ ലോസ് ആണ്. അതായത് ഫിസിക്സ് പോലെ മറ്റൊരു ഫിസിക്സ് ഉണ്ട്, ഊർജ്ജതന്ത്രം പോലൊരു ഊർജ്ജതന്ത്രം ഉണ്ട്, ലൈഫിന്റെ ഒരു ഫിസിക്സ് ഉണ്ട്. അൾട്ടിമേറ്റ് ആണത്. അത് നമ്മുടെ മുമ്പിലേക്ക് എത്തുകയാണ്. അപ്പൊ അത്രയും കെയർഫുൾ ആയിട്ട് നമ്മൾ അത് ഒബ്സർവ് ചെയ്യണം, അത് പഠിക്കണം. നിങ്ങൾക്ക് ഇത് എങ്ങനെ വേണേൽ ഉപയോഗിക്കാം. ഞാൻ നിങ്ങൾക്ക് ഇതിലേക്ക് ആക്സസ് തരികയാണ്. നിങ്ങൾ ഈ പുസ്തകം ഓടിപ്പോയി എടുത്ത് വായിക്കരുത്, ഇത് ഇന്റർനെറ്റിൽ നിന്ന് എടുത്ത് വായിക്കരുത്, ഇത് മേടിച്ച് ഇപ്പൊ വായിക്കരുത്. ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇതിന്റെ ഒരു കോപ്പി വാങ്ങി വായിക്കാം. ഇപ്പൊ നിങ്ങൾ ഈ ക്ലാസ്സിൽ നിന്ന് കിട്ടുന്നത് അങ്ങനെ തന്നെ ഫോളോ ചെയ്യുക, അത് നിങ്ങൾ ഇന്റേണലൈസ് ചെയ്യുക. അതിനുശേഷം അതിന്റെ ഒരു കോപ്പി വാങ്ങി നിങ്ങൾക്ക് കൂടെ കരുതാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇത് എങ്ങനെ വേണം ഉപയോഗിക്കാം. കാര്യം ഇത് ഫൈൻ ട്യൂൺ ചെയ്തെടുത്ത കുറെ ആശയങ്ങളാണ് വരാൻ പോകുന്നത്. ഇത് നിങ്ങൾക്ക് വേണേൽ ആ രീതിയിൽ മുമ്പോട്ട് പോകാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മേഖലയിൽ എക്സൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാം. എങ്ങനെ വേണമെന്നുള്ളത് ഐ ലീവ് ഇറ്റ് ടു യു, നിങ്ങൾക്ക് വിട്ടുതരികയാണ്. പക്ഷെ ഇത് അത്തരത്തിൽ ഉദ്ദേശിച്ചിട്ടുള്ളൊരു പുസ്തകമാണ്. ഇപ്പോൾ ഒരു 30s-ലും 40s-ലും നിൽക്കുന്ന ഒരാൾക്ക്, അയാൾ സാച്ചുറേറ്റഡ് ആയി എന്ന് തോന്നുന്ന ഒരാൾക്ക് ഒരുപക്ഷെ ഈ പുസ്തകം കൊണ്ട് വലിയ ഉപയോഗം ഉണ്ടാവണമെന്നില്ല. സാച്ചുറേഷൻ പോയിന്റിൽ എത്തിയെന്ന് വിചാരിച്ചൊരു മനുഷ്യന് തൽക്കാലം ഈ പുസ്തകം കൊണ്ട് വലിയ കാര്യമില്ല. പക്ഷേ നിങ്ങൾ സാച്ചുറേഷൻ പോയിന്റിലല്ല എന്ന് എനിക്ക് ഉറപ്പാണ്. കാര്യം നിങ്ങൾ പ്രോസസ്സിങ്ങിലാണ്, നിങ്ങൾ ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ. നിങ്ങളുടെ ആ ഒരു എന്താ പറയുക, ആ ഒരു വണ്ടർഫുൾ ജേണി നിങ്ങൾ ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് എന്തായാലും ഇതുകൊണ്ട് ഒരുപാട് പ്രയോജനമുണ്ട്. ഇത് ഒരുപക്ഷെ നിങ്ങളുടെ പേരൻസിന് പറഞ്ഞുതരാൻ പറ്റില്ല, ഒരുപക്ഷെ നിങ്ങളുടെ ടീച്ചേഴ്സിന് പറഞ്ഞുതരാൻ പറ്റില്ല, ഇത് സ്കൂളുകളിലോ കോളേജുകളിലോ പഠിപ്പിക്കുന്നില്ല. പക്ഷേ ഇതാണ് നമ്മൾ അത്യാവശ്യം പഠിച്ചെടുക്കേണ്ട കുറേ സീക്രട്സ് ഓഫ് ലൈഫ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു സീക്രട്സിലേക്ക് നമുക്ക് വരാം. അപ്പൊ ആദ്യത്തെ സീക്രട്ട് നമ്മൾ ഇന്ന് തന്നെ ഡിസ്കസ് ചെയ്യും. അതിനു മുമ്പ് ആ ഡിസ്കഷനിലേക്ക് വരുന്നത് വളരെ ഡ്രമാറ്റിക് ആയിട്ടാണ്. നമ്മളെ ചേതൻ ഭഗത് ആദ്യത്തെ ചാപ്റ്റർ തുടങ്ങുന്നത് വളരെ നാടകീയമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ്. അദ്ദേഹത്തിന്റെ ഓൺ ലൈഫിൽ നിന്നൊരു അനുഭവം പറഞ്ഞുകൊണ്ടാണ്. അദ്ദേഹം ഒരു ഫുഡിയാണ്. അറിയാലോ, ചേതൻ ഭഗത്തിനെ കണ്ടാൽ തന്നെ അറിയാം ഫുഡിയാന്ന്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു, സൊമാറ്റോയിൽ രജ്മയും റൈസും, അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരു ഡിഷാണ് രജ്മയും റൈസും, അത് അദ്ദേഹം ഓർഡർ ചെയ്തു. പക്ഷെ എന്തുകൊണ്ടോ തൻ്റെ ഡെലിവറി ബോയ് തൻ്റെ അടുത്തേക്ക് എത്തുന്നില്ല. അദ്ദേഹം ഇങ്ങനെ അത് വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരിടത്ത് തന്നെ അത് നിൽക്കുകയാണ് തൻ്റെ ഡെലിവറി. ഇനിയും 15-20 മിനിറ്റ് ദൂരെ അദ്ദേഹം യാത്ര ചെയ്യുകയല്ല, മൂവിങ് അല്ല, അവിടെ സ്റ്റേഷനറിയാണ്. അപ്പൊ ഇദ്ദേഹം വളരെ അക്ഷമനായിട്ട് കാത്തു നിന്നു. അങ്ങനെ നന്നായിട്ട് വിശക്കുന്നുണ്ട് പുള്ളിക്ക്, കുറച്ചൊക്കെ ദേഷ്യം വരുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തെ തന്നെ സ്വയം ഒന്ന് കാം ഡൗൺ ചെയ്തിരിക്കുകയാണ്. ശരി, ഇതൊരു നല്ല അവസരമാക്കി എടുക്കാം, എനിക്ക് എൻ്റെ ക്ഷമ പരീക്ഷിക്കാൻ ഇത് നല്ലൊരു അവസരമാക്കി എടുക്കാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം സ്വയം ക്ഷമ പരിശീലിച്ച് ബുദ്ധിമുട്ടി കടിച്ചു പിടിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ കാണാം വളരെ ലേറ്റായി, 2 മണി 2:15 ആയി. അദ്ദേഹം 1 മണിക്ക് ഓർഡർ ചെയ്ത സാധനമാണ്. വളരെ ലേറ്റായിട്ട് ഡെലിവറി ബോയ് റിങ് ചെയ്യാണ്, കോളിംഗ് ബെൽ. അദ്ദേഹം ഡോറ് തുറന്ന് വളരെ ഗൗരവത്തോടുകൂടി മറ്റേയാളെ നോക്കി. അപ്പോൾ ഡെലിവറി ബോയ് സോറി സാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ക്ഷമാപണത്തോടു കൂടി തൻ്റെ ബാഗ് തുറന്നിട്ട് ഈ ഒരു ബോക്സ് എടുത്ത് കൊടുക്കുകയാണ്, പാഴ്സൽ എടുത്ത് കൊടുക്കുകയാണ്. അപ്പം അദ്ദേഹം ഡെലിവറി ബോയ് നോക്കി, അത്ര ബോയ് ഒന്നുമല്ല, ഓൾമോസ്റ്റ് 30s-ലെത്തിയ ഒരാളാണ്, നന്നായിട്ട് ചീർത്ത ഒരു മനുഷ്യനാണ്, ചബ്ബിയാണ്. അദ്ദേഹത്തിന്റെ ടീഷർട്ടൊക്കെ പാകമാകാത്തൊരു ടീഷർട്ടാണ്, സൊമാറ്റോ എന്ന് എഴുതിയ. കാര്യം ഈ റൈറ്റേഴ്സ് അങ്ങനെയാണ്, മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ ഒബ്സർവ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ഒബ്സർവ് ചെയ്തു, പെട്ടെന്ന് തന്നെ ഒബ്സർവ് ചെയ്തു, ഒറ്റ നോട്ടത്തിൽ തന്നെ അയാളുടെ ഒരു പശ്ചാത്തലം മനസ്സിലാക്കി. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പാനിക് ആവുമൊന്നും വേണ്ട, ഞാൻ നിങ്ങളെക്കുറിച്ച് റിപ്പോർട്ടൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. ചേതൻ ഭഗത് അദ്ദേഹത്തിന്റെ മുഖത്തെ പരിഭ്രമം കണ്ടപ്പോൾ ഒന്ന് കൂളാക്കി. എന്നിട്ട് പറഞ്ഞു, ഞാൻ എന്തായാലും റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല, നിങ്ങൾക്ക് കുടിക്കാൻ വെള്ളം വേണമെങ്കിൽ ഞാൻ തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ഉച്ചയാണ്, നല്ല വിയർത്തൊലിച്ചാ വന്നത്. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ എടുത്തു കൊടുത്തു. വെള്ളം എടുത്തു കൊടുത്തിട്ട് ചോദിച്ചു, വാസ്തവത്തിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് താമസിച്ചേ എന്ന് ചോദിച്ചു.
പറഞ്ഞ എൻ്റെ വണ്ടി പെട്രോൾ തീർന്നു പോയി. അങ്ങനെ എനിക്കത് ഉരുട്ടേണ്ടി വന്നു. ഉരുട്ടി ഞാൻ അടുത്ത പെട്രോൾ പമ്പിലെത്തി പെട്രോൾ നിറച്ചതാ. അതാ താമസിച്ചതെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ നിങ്ങളെ സ്റ്റേഷനറി ആയിട്ട് കിടക്കുന്നതാണല്ലോ കണ്ടത്. നിങ്ങൾ മൂവ് ചെയ്യുന്നതായിട്ട് കണ്ടില്ലല്ലോ. ഒരുപാട് നേരം നിങ്ങൾ ഒരൊറ്റ പോയിന്റിൽ സ്റ്റക്കായിരുന്നു. സത്യം പറയൂ, നിങ്ങൾ എന്തായിരുന്നു നിങ്ങൾ വരാൻ താമസിച്ചത്? ഇത്രയും ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ ഡെലിവറി ബോയുടെ ഡിഫൻസ് ഒക്കെ പാളിപ്പോയി. അദ്ദേഹം പറഞ്ഞു, "സോറി സാർ, അതായിരുന്നില്ല റീസൺ." പിന്നെന്തായിരുന്നു? എനിക്കൊരു കോൾ വന്നു. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, "സാറിന് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാനത് പറയാം. കാര്യം ഞാൻ അദ്ദേഹം അപ്പൊ കരഞ്ഞ പോലെ കണ്ണുകൾ കലങ്ങിക്കിടന്നു. അപ്പം ചേതന് മനസ്സിലായി ഹി ഈസ് റിയലി ഇൻ എ പ്രോബ്ലം. അപ്പം പറഞ്ഞു, "നിങ്ങളൊരു കാര്യം ചെയ്യ്, നിങ്ങൾ അവിടെ ഇരുന്ന് സംസാരിക്കുക. നമുക്ക് 2 പേർക്കും കൂടെ ഇത് ഷെയർ ചെയ്ത് കഴിക്കാം. കാര്യം നിങ്ങളും ക്ഷീണിച്ചിരിക്കുകയാണ്." "അയ്യോ അത് വേണ്ട സാർ, ഞാനിവിടെ ഇരുന്ന് എനിക്ക് വെള്ളം മാത്രം മതി." അപ്പോൾ പറഞ്ഞു, "അതിനെന്താ, നിങ്ങൾ 2 മണി ഇത്രയും ഉച്ചയ്ക്കല്ലേ വന്നത്?" എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഈ കൊണ്ടുവന്ന ലഞ്ച് ഇവർ ഷെയർ ചെയ്ത് കഴിക്കാൻ തുടങ്ങി. 2 പേർക്കുമായിട്ട് വീതിച്ച് ചേതൻ ഒരിടത്തിരുന്നു. അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മുടെ ഡെലിവറി ബോയ് ഇരുന്ന് ഇവർ സംസാരിച്ചു തുടങ്ങി. ചേതൻ ചോദിച്ചു, "പറയൂ, എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്താണ്? നിങ്ങൾ ആരുമായിട്ടാണ് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്നത്?" അപ്പോൾ പറഞ്ഞു, "ഞാൻ എൻ്റെ ഗേൾ ഫ്രണ്ടുമായിട്ടാണ് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്നത്." ഓക്കെ. അവൾ കഴിഞ്ഞ 8 വർഷമായിട്ട് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ഞങ്ങൾ 8 വർഷമായിട്ട് പ്രണയത്തിലായിരുന്നു. ഞങ്ങളൊരു ഭാവിയെ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി ഒരുപാട് സ്വപ്നം കണ്ടിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാണ് ഞാൻ. അവളും അങ്ങനെ തന്നെയായിരുന്നു. ഞങ്ങളുടെ വീട്ടുകാർ സമ്മതിക്കില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇൻഡിപെൻഡന്റ് ആവേണ്ടതുണ്ടായിരുന്നു. കഴിഞ്ഞ 8 വർഷമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി തയ്യാറെടുക്കുകയായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇപ്പൊ എന്താ ഉണ്ടായെന്ന് ചോദിച്ചു. അങ്ങയുടെ ഡെലിവറിയുമായിട്ട് ഞാൻ വരുമ്പോഴാണ് അവളുടെ ഫോൺ വന്നു. ഇനി ഒരിക്കലും അവളെ വിളിക്കരുത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, കഴിഞ്ഞ കുറേ ആഴ്ചകളായി അവൾ എന്നിൽ നിന്ന് ഡിസ്റ്റന്റ് ആയിരുന്നു. പലപ്പോഴും എൻ്റെ കോൾ എടുക്കാറുണ്ടായിരുന്നില്ല, എന്നോട് സംസാരിക്കാറുണ്ടായിരുന്നില്ല, എന്നെ ഒഴിവാക്കുകയായിരുന്നു. ഇപ്പോൾ ഞാൻ 20 തവണ ട്രൈ ചെയ്തതിന് ശേഷം അവൾ ഫോൺ എടുത്തു. അപ്പോൾ 20 തവണ, ചിലപ്പം 40 തവണ വിളിച്ചിട്ടുണ്ടാവാം. എന്തായാലും അപ്പോൾ അവൾ ഫോൺ എടുത്തിട്ട് പറഞ്ഞു, "നമ്മൾ പിരിയുകയാണ്. ദയവ് ചെയ്ത് ഇനി എന്നെ ഫോളോ ചെയ്യരുത്, എന്നെ സ്റ്റോക്ക് ചെയ്യരുത്, ഒന്നും ചെയ്യരുത്, അങ്ങനത്തുള്ള യാതൊന്നും എന്നെ ചെയ്യരുത്. ഞാൻ മറ്റൊരു ജീവിതത്തിലേക്ക് പോവുകയാണ്" എന്ന് പറഞ്ഞ് അവൾ ഇൻസ്റ്റയിൽ മറ്റൊരു ഗൈയുമായിട്ടിരിക്കുന്ന ഫോട്ടോയും ഇട്ടു. അങ്ങനെ അത് എന്നേക്കുമായി ബ്രേക്കപ്പിലെത്തി എന്ന് പറഞ്ഞു. പക്ഷേ ഈ പുള്ളിക്ക് അത് താങ്ങാനാകുന്നില്ല. മറ്റേയാൾ പോയി, മറ്റേയാൾ അടുത്ത മൂവ് ഓണിലായി. പക്ഷേ ഇയാൾക്കത് പറ്റുന്നില്ല. ഇയാളിങ്ങനെ തകർന്ന്, അയാൾ പ്രതീക്ഷിച്ചിരുന്നത് ഇങ്ങനൊരു റെസ്പോൺസ് ആയിരിക്കും അവളിൽ നിന്ന് വരുന്നതെന്ന് ഇദ്ദേഹത്തിന് കുറച്ച് പ്രതീക്ഷ ഉണ്ടായിരുന്നു. അത് പ്രതീക്ഷ തെറ്റിയില്ല, അങ്ങനെ തന്നെ സംഭവിച്ചു. അപ്പോൾ അവൾ പറഞ്ഞ റീസൺസും അയാൾ പറഞ്ഞു. "ഞാൻ ഒട്ടും പ്രോമിസിങ് അല്ല, എൻ്റെ കൂടെയുള്ള ജീവിതം ഫ്യൂച്ചർ ഇല്ലാത്ത ജീവിതമായിരിക്കും. എന്നെ പോലെ ഒരു ഡെലിവറി ബോയ് ആയിട്ട് ഒരു ഫ്യൂച്ചറിന് അവൾക്ക് താല്പര്യമില്ല. അവൾക്ക് കുറെ കൂടി ബെറ്റർ ലൈഫ് തന്നെയാണ് വേണ്ടത് എന്നാണ് അവൾ പറഞ്ഞത്" എന്നൊക്കെ പറഞ്ഞു. നോക്കൂ സാർ, ഞാൻ മരിക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞിട്ട് ഇയാൾ ഇരുന്ന് കരയാണ്. ഞാനൊരു ഡെലിവറി ബോയ് ആണ്. ഞാൻ ദിവസം 12 മണിക്കൂർ ബൈക്ക് ഓടിച്ചുകൊണ്ടിരിക്കണം, 2 വീലർ ഓടിച്ചുകൊണ്ടിരിക്കണം, ഹെവി ട്രാഫിക്കിലൂടെ 2 വീലർ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. എപ്പോഴെങ്കിലും ഒരു ആക്സിഡന്റ് എനിക്ക് ഉണ്ടാവണേ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയാണ് ഞാൻ വണ്ടി ഓടിക്കുന്നത്. എനിക്കിനി ജീവിക്കണമെന്നില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ മുഖം പൊത്തിയിരുന്ന് കരയാൻ തുടങ്ങി. അപ്പൊ ചേതൻ ഇത് വളരെ ഒബ്സർവ് ചെയ്ത് വളരെ കീനായിട്ട് കേട്ടോണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം പെട്ടെന്ന് തൻ്റെ ടിഷ്യൂ പേപ്പർ എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, "തുടയ്ക്കൂ" എന്ന് പറഞ്ഞു. കണ്ണൊക്കെ തുടയ്ക്കാൻ പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു, "നിങ്ങൾക്കിപ്പോൾ എത്ര വയസ്സായി?" ചോദിച്ചു. "എനിക്ക് 29 വയസ്സായി സാർ" എന്ന് പറഞ്ഞു. "29 വയസ്സിൽ നിങ്ങൾ ജീവിതം മതിയാക്കുവാണോ എന്ന് ചോദിച്ചു. "ഇനി നിങ്ങൾക്ക് ജീവിക്കേണ്ട ആവശ്യമില്ലേ? 29 വയസ്സ് കഴിഞ്ഞാൽ ഇനി എത്ര ഇയേഴ്സ് ബാക്കിയുണ്ടെന്ന് അറിയാമോ? നിങ്ങൾ ഇതുവരെ ജീവിച്ചതിനെ പലതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട അത്രയും ഇയേഴ്സ് ഇനി ബാക്കി കിടക്കുകയാണ്. നിങ്ങൾ ഇപ്പോൾ തന്നെ ലൈഫ് അവസാനിപ്പിക്കുകയാണോ" എന്ന് ചോദിച്ചു. സാറിന് അത് ഒരിക്കലും പറഞ്ഞാൽ മനസ്സിലാവില്ല സാർ. കാര്യം അങ്ങ് വളരെ റിച്ച് ആയിട്ടുള്ള, ഫേമസ് ആയിട്ടുള്ള ഒരു റൈറ്ററാണ്. അങ്ങൊരു ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള മനുഷ്യനാണ്. അങ്ങൊരു സക്സസ്ഫുൾ പേഴ്സണാലിറ്റിയാണ്. അങ്ങക്ക് സ്നേഹിക്കാൻ ഒരു ഭാര്യയുണ്ട്, ഒരു കുടുംബമുണ്ട്. എനിക്കിതൊന്നുമില്ല സാർ. എനിക്ക് ആകെയുള്ളത് ഒരു ഡെലിവറി ബോയുടെ ജോലിയാണ്. ഏത് നിമിഷവും തെറിക്കാവുന്ന ഒരു ജോലിയാണ്. സാറിനറിയാവോ, എനിക്ക് കിട്ടുന്ന ശമ്പളം എത്രയാണെന്ന് സാറിനറിയാവോ? എനിക്ക് കിട്ടുന്നത് 18,000 രൂപയാണ് ഒരു മാസം. 18,000 രൂപ എന്ന് പറഞ്ഞാൽ സാറൊന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ താമസിക്കുന്നത് ഒരു ചേരിയിലാണ്. ആ ചേരിയിലെ, ബോംബെയിലെ ചേരികൾ എന്ന് പറയുമ്പോൾ സാറിന് അറിയാമല്ലോ, ആ ചേരിയിലെ ഒരു റൂമിൽ ആണ് ഞാൻ താമസിക്കുന്നത്. ആ റൂമിന് കൊടുക്കേണ്ട റെന്റ് എത്രയാണെന്ന് അറിയാവോ? 8,000 രൂപയാണ്.
ഇത് മാത്രം പോരല്ലോ, എനിക്ക് എൻ്റെ ആഹാരം കഴിക്കണ്ടേ, എനിക്ക് എൻ്റെ മറ്റു കാര്യങ്ങൾ നോക്കണ്ടേ. സത്യം പറഞ്ഞാൽ എല്ലാ മാസവും ഞാൻ ഷോർട്ടാണ് സാർ. ബാക്കി 10,000 രൂപ കൊണ്ട് വേണം എനിക്ക് ഒരു മാസം ബോംബെയിൽ പിടിച്ചു നിൽക്കാൻ. ഞാനിപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് 40,000 രൂപ കടക്കാരനാണ്. ആ കടം പോലും വീട്ടാൻ എൻ്റെ കയ്യിലൊന്നുമില്ല. പക്ഷെ ഞാനിതൊക്കെ ചെയ്യുന്നത് സാറിനറിയാമോ, ഞാനൊരു മാസ്റ്റർ ഡിഗ്രി ഉണ്ട് എനിക്ക്. ഞാനൊരു പുവർ ഫാമിലിയിൽ നിന്നാണ്, ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത്. എൻ്റെ അച്ഛനും അമ്മയും ലേബേഴ്സ് ആയിരുന്നു. പക്ഷെ അവരെന്നെ നന്നായിട്ട് പഠിപ്പിച്ചു. ഞാൻ നന്നായിട്ട് പഠിക്കുകയും ചെയ്തു. ഞാൻ എന്നിട്ട് ആർട്സ് ആണ് എടുത്തത്. ആർട്സ് എടുത്ത് ഞാൻ BA കംപ്ലീറ്റ് ചെയ്തു. BA കംപ്ലീറ്റ് ചെയ്തപ്പോൾ എൻ്റെ നെയ്ബേഴ്സും എൻ്റെ പേരൻസും എൻ്റെ ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞു, BA കൊണ്ട് മാത്രം കാര്യമില്ല, മാസ്റ്റർ ഡിഗ്രി എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ മാസ്റ്റർ ഡിഗ്രി എടുത്തു. പക്ഷെ എനിക്ക് ഒരു ജോലിയും കിട്ടുന്നില്ല. ഒരു വർഷം ഞാൻ ബോംബെയിൽ ഒരു ജോലിക്ക് വേണ്ടി അലഞ്ഞു. എനിക്ക് ആർട്സിലാണ് മാസ്റ്റർ ഡിഗ്രി എന്നുള്ളത് കൊണ്ട് എനിക്ക് ജോലിയുടെ ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവായിരുന്നു. ഞാൻ ഒരുപാട് അലഞ്ഞു. ഒരു വർഷം ഞാൻ അലഞ്ഞു. എനിക്ക് ജോലി കിട്ടിയില്ല. അതിനിടയ്ക്ക് എൻ്റെ എൻ്റെ ഒരേ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് അർപ്പിതയായിരുന്നു. അർപ്പിത എന്നാണ് ആ കുട്ടിയുടെ പേര്. അർപ്പിതയാണ് എന്നെ ജീവിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നത്. അവളോടൊത്തുള്ള ഒരു ലൈഫ് ആണ് ഞാൻ സ്വപ്നം കണ്ടുകൊണ്ടിരുന്നത്. സാറിനറിയാമോ, ഞാൻ എൻ്റെ ആരോഗ്യത്തിൽ പോലും ശ്രദ്ധിച്ചിട്ടില്ല. എനിക്ക് കിട്ടുന്നത് മാത്രമാണ് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് നല്ല ഹെൽത്തി ഫുഡ് കഴിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. സാറിനറിയാം, ഞാനിപ്പോൾ എൻ്റെ ശരീരം എത്രമാത്രം ചീർത്തിരിക്കുന്നതായിട്ട് സാറിന് കാണാൻ പറ്റും. എനിക്കറിയാം, ഞാൻ ജങ്ക് ഫുഡാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്, സ്ട്രീറ്റ് ഫുഡാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് എണ്ണയിൽ ഉണ്ടാക്കിയ ഫുഡ്, അതാണ് എനിക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഞാൻ സമൂസകൾ കഴിച്ച ദിവസം അത്രയും അൺഹെൽത്തി ആയിട്ടുള്ള സമൂസകൾ കഴിച്ചാണ്, സമൂസയും വെള്ളവും കുടിച്ചാണ് പല ദിവസവും പോകുന്നത്. വടാപ്പാവാണ് ഞാൻ കഴിക്കാറുള്ളത്. ഏറ്റവും കൂടുതൽ ഫാറ്റനിങ് ആയിട്ടുള്ള ഫുഡുകളാണ് ഞാൻ കഴിക്കുന്നത്. എനിക്ക് ഹെൽത്തി ഫുഡ് കഴിക്കണമെന്നുണ്ട്, പക്ഷെ അതിലേക്ക് എനിക്ക് ആക്സസ് കിട്ടുന്നില്ല. എനിക്ക് ഈ ജോലി കൊണ്ട് അതിലേക്ക് അത്തരം ഹെൽത്തി ഫുഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ ആരോഗ്യം നോക്കാൻ എനിക്ക് പറ്റുന്നില്ല. എൻ്റെ എല്ലാ പ്രതീക്ഷയും അർപ്പിതയിലായിരുന്നു. ഒടുവിൽ അവളും എന്നെ വിട്ടുപിരിഞ്ഞു പോയി. അല്ലെങ്കിലും പെൺകുട്ടികൾ അങ്ങനെയാണ് സാർ. അവർ എപ്പോഴും അവരുടെ കാര്യം മാത്രമേ അവർ നോക്കുള്ളൂ. അവരുടെ ഭാവി മാത്രമേ അവർ സേഫായിട്ട് മാറ്റുള്ളൂ. എൻ്റെ കൂടെ ഒരു ഭാവിയില്ല എന്ന് തിരിച്ചറിഞ്ഞ നിമിഷം അർപ്പിത പോയി സാർ. എനിക്ക് സത്യം പറഞ്ഞാൽ ഭാഗ്യമില്ലാതായിപ്പോയി. ഞാൻ ഭാഗ്യഹീനനാണ് സാർ. ഞാൻ ഭാഗ്യഹീനനാണ്. അങ്ങനെ ഒരു നീണ്ട സംഭാഷണമാണ് ഇദ്ദേഹം നടത്തിയത്. വെൻഡിങ് ഔട്ടായിരുന്നു. അപ്പൊ ചേതൻ ഭഗത് പറഞ്ഞു, അപ്പൊ ഇനി നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ട് കാര്യമില്ല. കാര്യം നിങ്ങളുടെ കാര്യം വളരെ ലോസ്റ്റ് ആണ്. ലോസ്റ്റ് ആയത് മറ്റൊന്നും കൊണ്ടല്ല. നിങ്ങൾ പറഞ്ഞത് നോക്കൂ, നിങ്ങൾക്ക് ഭാഗ്യമില്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് ഒരു ഡെലിവറി ബോയ് ആയിട്ട് ജോലി കിട്ടി. ഡെലിവറി ബോയ് ആയിട്ട് ജോലി കിട്ടിയത് കൊണ്ട് നിങ്ങൾക്ക് വേണ്ടത്ര സാലറി ഇല്ല. വേണ്ടത്ര സാലറി ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ആരോഗ്യം നോക്കാൻ പറ്റാത്തതും നിങ്ങൾ ഇങ്ങനെ തടിച്ചു പോയതും. നിങ്ങൾക്ക് ഭാഗ്യവുമില്ല, നല്ല ജോലിയുമില്ല, നല്ല ആരോഗ്യവുമൊന്നുമില്ല, നല്ലൊരു ഫ്യൂച്ചർ ഇല്ലാത്തത് കൊണ്ട് അർപ്പിത നിങ്ങളെ വിട്ടു പോയി. അതായത് നിങ്ങൾക്കിവിടെ ഒരു റോളുമില്ല. എല്ലാം നിങ്ങളുടെ ഷോൾഡറിൽ നിന്ന് മാറ്റി കഴിഞ്ഞു. നിങ്ങൾക്ക് ഭാഗ്യമില്ല. അർപ്പിത മോശപ്പെട്ടൊരു പെൺകുട്ടിയാണ്. അല്ലെങ്കിൽ പെൺകുട്ടികളെല്ലാം മോശപ്പെട്ടവരാണ്. അവർ സെൽഫിഷ് ആണ്, സെൽഫ് സെൻട്രിക് ആണ്. ഇങ്ങനെ എല്ലാ ഉത്തരവാദിത്തത്തിൽ നിന്നും നിങ്ങൾ മാറിക്കഴിഞ്ഞു. നിങ്ങൾക്ക് ലൈഫിനെ കുറിച്ച് അറിയാൻ താല്പര്യമില്ല, നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ താല്പര്യമില്ല, നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ താല്പര്യമില്ല. നിങ്ങളെല്ലാ ഗെയിമിങ് ആരംഭിച്ചു കഴിഞ്ഞു. അപ്പൊ ഇനി നമ്മൾ തമ്മിൽ എന്താണ്? വിരാജ് എന്നാണ് പേര്, വിരാജ് ശുക്ല എന്നാണ് ആ കുട്ടിയുടെ പേര്, അയാളുടെ പേര്. അപ്പൊ ഇനി നമ്മൾ തമ്മിൽ എന്താണ് വിരാജ് സംസാരിക്കാനുള്ളത്? നമുക്കിവിടെ വെച്ച് പിരിയാം. ഇത് നമ്മുടെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഫുഡ്, ലഞ്ച് നമ്മൾ ഒരുമിച്ച് ഷെയർ ചെയ്ത് കഴിഞ്ഞു. വിരാജിന് ഇനി പോകാം. ഓ സാർ അങ്ങനെ പറയരുത്. സാറിന് എന്നെ സഹായിക്കാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. സാർ എന്ത് പറഞ്ഞാലും ഞാനത് കേൾക്കാം. ഞാൻ അങ്ങനെ ബ്ലെയിം ചെയ്ത് ഒഴിഞ്ഞതല്ല. ഞാൻ എൻ്റെ വിഷമം തുറന്നു പറഞ്ഞതാ. എനിക്ക് ജീവിക്കണം, ഞാൻ മരിക്കണമെന്ന് പറഞ്ഞപ്പോഴും എൻ്റെ ഉള്ളിൽ ജീവിക്കണമെന്നാണ് തന്നെയാണ് സാർ ആഗ്രഹം. എനിക്ക് എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ മുഖം ഓർക്കുമ്പോൾ ജീവിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം. ഞാൻ മരിച്ചാൽ അവരുടെ ഗതി എന്താവും? പക്ഷേ ഞാനിപ്പോൾ അങ്ങനെ പറയാൻ കാരണം എൻ്റെ മുഴുവൻ ഇൻവെസ്റ്റ്മെൻറ്റും അവളിലായിരുന്നു, അർപ്പിതയിലായിരുന്നു. എനിക്ക് വേറെ ഒന്നുമില്ല സാർ. ഞാൻ ഗ്രൗണ്ട് സീറോയിലാണ് നിൽക്കുന്നത്. അതിൻ്റെ ഫ്രസ്ട്രേഷനിൽ നിന്നാണ് ഞാൻ പറയുന്നത് എനിക്ക് മരിക്കണം. വാസ്തവത്തിൽ ഞാൻ മരിക്കണമെന്ന് പറയുമ്പോൾ എനിക്ക് ജീവിക്കണം എന്ന് തന്നെയാണ് ഞാൻ ഉള്ളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സാർ എന്നെ കൈവിടരുത്. സാറിന് നമ്മൾ തമ്മിൽ എന്തോ ഒരു നിമിത്തം പോലെയാണ് നമ്മൾ കണ്ടുമുട്ടിയത്. ഉറപ്പായിട്ടും ചേതൻ സാറിന് എന്നെ സഹായിക്കാൻ സാധിക്കും. അങ്ങനെ ഒരു ഡിസൈപ്പിൾ മൈൻഡിലേക്ക് പെട്ടെന്ന് വിരാജ് വന്നു.
അപ്പൊ ചേതന് മനസ്സിലായി അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ ഒരു സ്പാർക്കുണ്ട്. ജീവിക്കണം എന്നൊരു സ്പാർക്കുണ്ട്. ഗ്രൗണ്ട് സീറോയിലാണ് വിരാജ് നിൽക്കുന്നത്. ഒരു സംശയവുമില്ല. ഗ്രൗണ്ട് സീറോയിൽ തന്നെയാണ് അയാൾ നിൽക്കുന്നത്. അയാൾക്ക് ജീവിക്കണം എന്ന് അവിടുന്ന് ഒരു ആഗ്രഹം ജനിക്കും. അപ്പോ നമ്മുടെ ചേതൻ ഭഗത് പറയാണ്, ഉറപ്പായും നമ്മൾ നാളെ തന്നെ നമ്മളൊരു ഒരുമിച്ചൊരു യാത്ര പോവുകയാണ്. യാത്ര എന്ന് പറഞ്ഞാൽ ഫിസിക്കലായിട്ടുള്ള ട്രാവൽ അല്ല. നമ്മൾ ഒരുമിച്ച് ജീവിതത്തിന്റെ കുറേ ലൈഫിന്റെ കുറേ ട്രൂത്തിലേക്ക് നമ്മൾ സഞ്ചരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ വിരാജിന്റെ പ്രശ്നം ഇതൊന്നുമല്ല. വിരാജിന് ഈ ജീവിതം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. വിരാജ് ഇതുവരെ കണ്ടതും പരിചയിച്ചതും മനസ്സിലാക്കിയതും ലൈഫേ അല്ല. ഞാനിതെല്ലാം കണ്ടയാളാണ് വിരാജ്. ഞാനിത് എല്ലാം കണ്ടറിഞ്ഞ് ഈ പറയുന്ന ലോകമുണ്ടല്ലോ, ഈ ഗ്ലിറ്ററിങ് ആയിട്ടുള്ള ലോകമില്ലേ, വിരാജ് നോക്കിക്കാണുന്ന ഒരു ലോകമില്ലേ. ഇപ്പൊ വിരാജ് പറഞ്ഞു മറ്റേ ഗൈ അർപ്പിത മറ്റൊരു ഗൈയുടെ കൂടെ പോയെന്ന് പറഞ്ഞു. ആ ഗൈയുടെ ഫോട്ടോ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. കണ്ടിട്ടുണ്ട്, ഞാൻ ഇൻസ്റ്റയിൽ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ ഗൈ എങ്ങനെയാണ് അദ്ദേഹം ലുക്ക് വൈസ് അദ്ദേഹം എങ്ങനെയാണെന്ന് ചോദിച്ചു. അദ്ദേഹം വളരെ അത്ലറ്റിക് ആണ്, വളരെ വെൽ ബിൽറ്റ് ആണ് എന്ന് പറഞ്ഞു. ലീൻ ആണ്, വെൽ ബിൽറ്റ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, റിച്ച് ആണോ എന്ന് ചോദിച്ചു. ആ റിച്ച് ആണ് സാർ, അവർ ഒരുമിച്ച് കാറിൽ ഇരിക്കുന്ന ഫോട്ടോ ആണ്, ഒരു വളരെ വില കൂടിയ ഒരു കാറിൽ ഇരിക്കുന്ന ഫോട്ടോയാണ് അവർ ഇൻസ്റ്റയിൽ ഇട്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോ ചേതൻ പറഞ്ഞു, നോക്കൂ, അദ്ദേഹം തന്റെ ആരോഗ്യം നോക്കിയിട്ടുണ്ട്, അദ്ദേഹം റിച്ചും ആണ്. അപ്പോ ഞാൻ ഈ വിരാജ് നിൽക്കുന്നിടത്ത് നിന്ന് നോക്കുമ്പോൾ കാണുന്ന ഒരു ഗ്ലിറ്ററിങ് വേൾഡില്ലേ, ഒരു തിളങ്ങുന്ന ലോകമില്ലേ, ഒരു ഡിസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന, അതായത് ഭൂമിയിൽ തന്നെ ഒരു അന്തരീക്ഷത്തിൽ നിൽക്കുന്ന അപ്രാപ്യമായിട്ടുള്ള ഒരു ലോകമില്ലേ, ആ ലോകം ഞാൻ അടുത്തറിഞ്ഞ ആളാണ്. ആ ലോകത്ത് നിന്നാണ് ഞാൻ വരുന്നത്. ഞാൻ നിങ്ങൾക്കിടയിൽ ഒരാളായിരുന്നു. വിരാജിന് അറിയാമോ, ഞാൻ നിങ്ങളുടെ ഇടയിൽ നിന്ന് വന്ന ആളാ. നിങ്ങളെപ്പോലുള്ളവരായിരുന്നു എൻ്റെ സുഹൃത്തുക്കൾ. അവരുടെ ഇടയിൽ കൂടെ ജീവിച്ച് ആ അനുഭവം എനിക്കുണ്ട്. അവിടെ നിന്നാണ് ഞാൻ ആ ഗ്ലിറ്ററിങ് വേൾഡിലേക്ക് പോയത്, ആ തിളങ്ങുന്ന ലോകത്തേക്ക്, ആ ഷൈനിങ് വേൾഡിലേക്ക് പോയത്. ആ ലോകത്തെ രഹസ്യങ്ങൾ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. ആ ലോകം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും എനിക്ക് മനുഷ്യരെ സഹായിക്കാനും സാധിക്കും. ഞാൻ അതിനെക്കുറിച്ച് ഗൗരവമായി ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വിരാജ് എൻ്റെ മുമ്പിലേക്ക് വരുന്നത്. തീർച്ചയായിട്ടും ഇതൊരു നിമിത്തം തന്നെയായിട്ട് ഞാൻ എടുക്കുകയാണ്. അതുകൊണ്ട് ആ ലോകത്തെ, ഈ ലോകത്തെ, വിരാജ് ഇതുവരെ കണ്ട ഈ ലോകം സത്യത്തിൻ്റെ ലോകമല്ല. വിരാജ് മനസ്സിലാക്കിയ വീട്ടിൽ നിന്നും, നാട്ടിൽ നിന്നും, കൂട്ടുകാരിൽ നിന്നും, സ്കൂളിൽ നിന്നും, അധ്യാപകരിൽ നിന്നും, ഉപദേശികളിൽ നിന്നും, വെൽവിഷേഴ്സിൽ നിന്നും ഒക്കെ നിങ്ങൾ മനസ്സിലാക്കിയ ലോകം ശരിക്കുള്ള ലോകമല്ല. ശരിക്കുള്ള ലോകം ഹിഡൻ ആണ്. അതീവ ഷാർപ്പായിട്ടുള്ള ഇന്റലക്റ്റ് ഉള്ള ഒരാൾക്ക് മാത്രമേ ഈ ലോകത്തിന്റെ ശരിക്കുള്ള ഘടന മനസ്സിലാക്കാൻ പറ്റൂ. ഈ ഘടനയാണ് നമ്മൾ ഫണ്ടമെന്റൽ ആയിട്ട് മനസ്സിലാക്കേണ്ടത്. ലോകത്തിന്റെ ഘടന മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് അതിനെ എങ്ങനെ പ്രവർത്തിപ്പിക്കണം എന്ന് മനസ്സിലാവുള്ളൂ. ഇതൊരു യന്ത്രം പോലെ ഒരു ലോകമാണ്. ഈ ലോകത്തിന്റെ മെക്കാനിസം എന്താണെന്ന് നമ്മൾ പഠിച്ചേ മനസ്സിലാവും. നമ്മളിപ്പോൾ പഠിച്ചിരിക്കുന്നത് തെറ്റായ മെക്കാനിസമാണ്. അതിവിടെ വർക്കൗട്ട് ആവുകയേയില്ല. വർക്കൗട്ട് ആകും, വല്ല കുറച്ച് പേർക്ക് മാത്രം വർക്കൗട്ട് ആവും. ഒരു ഭൂരിപക്ഷം പേർക്കും, മെജോറിറ്റിക്കും അത് വർക്കൗട്ട് ആവില്ല. കാര്യം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ ലോകം ഫങ്ഷൻ ചെയ്യുന്ന ചില റൂൾസ് ഉണ്ട്, ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് ഇങ്ങനെയാണ്, ഇത് മനുഷ്യരായിട്ട് വേണമെന്ന് വെച്ച് ക്രിയേറ്റ് ചെയ്തതല്ല, ഇങ്ങനെ ആകൂ ഇത്. ഈ ലോകം ഇനി പുതുതായിട്ട് ദൈവം നിർമ്മിച്ച് പുതുതായിട്ട് കുറെ മനുഷ്യരെ ഉൽപ്പാദിപ്പിച്ചാലും അവരും അവസാനം ഇങ്ങനെ തന്നെ ഒരു ലോകം ഉണ്ടാക്കി വെക്കും. ഈ ലോകം നമ്മൾ കാണുന്ന ലോകമല്ല വിരാജ്. അതിനെക്കുറിച്ചാണ് നമ്മൾ ആദ്യമായിട്ട് സംസാരിക്കാൻ പോണത് എന്ന് പറഞ്ഞിട്ട് അന്നത്തെ ഡിസ്കഷൻ അവർ അവസാനിപ്പിച്ചു. എന്നിട്ട് പിറ്റേ ദിവസവും വിരാജിനോട്, ഞാൻ എൻ്റെ ഓർഡർ വേറെ ആർക്കും കൊടുക്കരുത്, അത് വിരാജ് തന്നെ അക്സെപ്റ്റ് ചെയ്യണം, നാളെ ഉച്ചയ്ക്ക് ലഞ്ചുമായിട്ട് എൻ്റെ അടുത്ത് വരണം, നാളെ നമ്മൾ ഒരുമിച്ച് ലഞ്ച് കഴിക്കും, നമ്മൾ ഒരുമിച്ച് സമയം സ്പെൻഡ് ചെയ്യും. അങ്ങനെ പിറ്റേ ദിവസം ചേതൻ സാറിൻ്റെ ഓർഡർ നമ്മുടെ ഡെലിവറി ബോയ് ആയ വിരാജ് തന്നെ പിക്ക് ചെയ്തു. അദ്ദേഹത്തിന് വേണ്ട ഫുഡുമായിട്ട്, ശരിക്കും 2 പേർക്കുള്ള ഫുഡാണ് അദ്ദേഹം ഓർഡർ ചെയ്തത്. ആ 2 പേർക്കുള്ള ഫുഡുമായിട്ട് വിരാജ് ഇവിടെ എത്താണ്. അവിടെ എത്തിയിട്ട് അവർ ഒരുമിച്ചിരുന്ന് അത് ഷെയർ ചെയ്യാണ്. അപ്പോഴും വിരാജ് പറയുന്നുണ്ട്, സാർ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും സന്തോഷം അനുഭവിച്ചിട്ടില്ല. വേറൊന്നും കൊണ്ടല്ല, പലപ്പോഴും എനിക്ക് കിട്ടുന്ന ഓർഡർ ഉണ്ട് സാർ, 2 പാൻ കേക്ക് ആയിരിക്കും എനിക്ക് ഓർഡർ കിട്ടുന്നത്. ഈ 2 പാൻ കേക്കുമായിട്ട് 40 മിനിറ്റാണ് ഞാൻ വെയിലത്ത്
ഈ റഷ് അവറിൽ പിന്നെ ബൈക്ക് ഓടിക്കേണ്ടത്. ഞാൻ 40 മിനിറ്റ് 1 മണിക്കൂറും ഒക്കെ റൈഡ് ചെയ്ത് അവിടെ എത്തി ഇത് ഡെലിവറി ചെയ്താൽ ഉടനെ തന്നെ അവരത് എടുത്ത് കഴിക്കും. വെറും 5 സെക്കൻഡ് കൊണ്ട് അത് പോയി. ഗോൺ ഇൻ 5 സെക്കൻഡ്സ്. ഈ 2 പാൻകേക്കുമായിട്ടാണ് ഞാൻ പോയത് സ്നാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക്. ഇത് കാണുമ്പോൾ ഞാൻ തന്നെ വിചാരിക്കും എന്തൊരു വ്യർത്ഥമായ ജീവിതമാണ് എൻ്റേത്. വെറും 5 സെക്കൻഡ് കൊണ്ട് തീരുന്ന ഒരു പാൻകേക്കിന് വേണ്ടി ഞാൻ ഈ കാണുന്ന ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് വന്നു. എനിക്ക് നടുവേദന കാരണം എനിക്ക് രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല. എൻ്റെ പിടലിയും കഴുത്തും വേദന എടുക്കുകയാണ്. കാര്യം നിരന്തരമായിട്ടുള്ള ഈ ബൈക്ക് യാത്ര കാരണം. ഇന്നിവിടെ ഇരിക്കുമ്പോൾ ഞാൻ ഏറ്റവും സന്തോഷിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. അപ്പം ആദ്യമായിട്ട് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. വിരാജ്, ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയുന്നു. വിരാജിനി ഒരിക്കലും അർപ്പിതയ്ക്ക് ഫോൺ ചെയ്യരുത്. അതെനിക്കൊരു പ്രോമിസ് ആയിട്ട് തരണം. ആ പ്രോമിസ് തെറ്റിച്ചാൽ പിന്നെ നമ്മൾ തമ്മിൽ ഡീലില്ല. ഇതാണ് എനിക്ക് കിട്ടേണ്ട ഫസ്റ്റ് പ്രോമിസ്. അർപ്പിതയ്ക്ക് ഇനി ഫോൺ ചെയ്യുകയോ അർപ്പിതയെ സോഷ്യൽ മീഡിയയിൽ സ്റ്റോക്ക് ചെയ്യുകയോ ഫോളോ ചെയ്യുകയോ ഒന്നും ചെയ്യരുത്. ഒരു കാരണവശാലും ഫോൺ ചെയ്യരുത്, ടെക്സ്റ്റ് ചെയ്യരുത്. ഇനി അർപ്പിത തിരിച്ചു വന്നാലും ഒരിക്കലും ആ ബന്ധം മുമ്പോട്ട് കൊണ്ടുപോകരുത്. ഇത്രയും കാര്യങ്ങൾ ഇതാണ് എനിക്ക് കിട്ടേണ്ട ഒരു ഗുരുദക്ഷിണ. ആദ്യം തന്നെ ഞാൻ ചോദിക്കുകയാണ്. ഇനി അർപ്പിതയിലേക്ക് ഒരിക്കൽ നമ്മളിൽ നിന്ന് വിട്ടുപോയ ഒരു പേഴ്സൺ പിന്നെ ഒരു കാരണവശാലും തിരിച്ചു വരാൻ സമ്മതിക്കരുത്. പ്രത്യേകിച്ച് ഈ ഒരു വിഷയത്തിൽ, ഇത്തരം ഒരു കേസിൽ തിരിച്ചു വരാൻ തിരിച്ചു വരില്ല. അർപ്പിത തിരിച്ചു വരില്ല. അയാൾക്ക് കൃത്യമായ സ്റ്റാൻഡ് ഉണ്ട്. അത് അയാൾ തുറന്ന് പറയുകയും ചെയ്തു. അർപ്പിത തിരിച്ചു വരില്ല, അത് ഞാൻ ഉറപ്പു തരാം. പക്ഷേ ജസ്റ്റ് ഇൻ കേസ് അത് തിരിച്ചു വന്നാൽ അക്സെപ്റ്റ് ചെയ്യരുത്. കാര്യം ദാറ്റ് ഈസ് വൺസ് ആൻഡ് ഫോർ ഓൾ. അത് തീർന്നു, അത് കഴിഞ്ഞു. അത് അക്സെപ്റ്റ് ചെയ്യുക, ആ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യുക. അർപ്പിതയല്ല നമ്മുടെ ലോകം. എന്തുകൊണ്ടാണ് വിരാജിന് അത് ഹർട്ടായത്? ഇത്രയും ഒരു ബ്രേക്കപ്പ് വന്നപ്പോൾ ഇത്രയും ഹർട്ടായതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വിരാജിന്റെ എല്ലാ ഇൻവെസ്റ്റ്മെന്റുകളും ഒറ്റ ഒരു പേഴ്സണലിന് ചുറ്റുമായിരുന്നു. അതായിരുന്നു അർപ്പിത. ആ ഒരേ ഒരു വ്യക്തിക്ക് ചുറ്റുമാണ് വിരാജ് ഭ്രമണം ചെയ്തുകൊണ്ടിരുന്നത്. ജീവിതം എന്ന് പറയുന്നത് അതിനൊക്കെ ഒരുപാട് അപ്പുറമാണ്. വിരാജിനെ പോലും സ്വയം അറിയില്ല. നമ്മുടെ തന്നെ ഒരുപാട് ഏരിയാസ് ഉണ്ട്, ഗ്രേ ഏരിയാസ് ഉണ്ട്, ഡാർക്ക് ഏരിയാസ് ഉണ്ട്. ഇതൊക്കെ അറിഞ്ഞാൽ മാത്രമാണ് ലൈഫ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ ജീവിതത്തെ പഠിക്കാൻ പോവുകയാണ്. ആദ്യമായിട്ട് ഞാൻ ചോദിക്കുന്ന ഇത്ര മാത്രമേ ഉള്ളൂ. പോയത് പോവുക, വരുന്നത് വന്നു. വരുന്നതിനെ അക്സെപ്റ്റ് ചെയ്യുക, പോകുന്നതിനെ വിട്ടുകൊടുക്കുക. ലെറ്റ് ഇൻ ഗോ ആൻഡ് ഹോൾഡിങ് ഓൺ. ഇതാണ് ലൈഫ് ഫസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ ആദ്യമായിട്ട് ചോദിക്കുന്നത്. ഒരിക്കലും അർപ്പിതയ്ക്ക് ഫോൺ ചെയ്യരുത്, അർപ്പിതയെ സ്റ്റോക്ക് ചെയ്യരുത്. അത് വിട്ടു, അത് മനസ്സുകൊണ്ട് മുറിച്ച് മാറ്റുക. ഇന്ന് നമ്മൾ ആദ്യത്തെ സീക്രട്ടിലേക്ക് പോവുകയാണ്. എങ്ങനെയാണ് ഈ ലോകം വർക്ക് ചെയ്യുന്നത്? ഈ സീക്രട്ട് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള ഞാൻ 11 റൂൾസ് പറഞ്ഞു തരും. 11 മോസ്റ്റ് പവർഫുൾ റൂൾസ് വിരാജിന് പറഞ്ഞു തരും. വിരാജിന് ഇത് ആത്മാർത്ഥമായിട്ട് ജീവിതത്തിൽ പകർത്താം. അങ്ങേയറ്റം ഇത് ആത്മാർത്ഥമായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് സ്മാർട്ട് വർക്ക് ചെയ്ത് ജീവിതത്തിൽ പകർത്തണം. എങ്കിൽ മാത്രമേ ഇത് ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരുള്ളൂ. അപ്പോൾ ഈ 11 സീക്രട്സ് ഞാൻ പറഞ്ഞു തരുന്നതിന് മുമ്പ് ആദ്യത്തെ സീക്രട്ട് പറഞ്ഞു തരികയാണ്. എങ്ങനെയാണ് ഈ ലോകം വർക്ക് ചെയ്യുന്നത്? എങ്ങനെയാണ് ഈ ലോകം വർക്ക് ചെയ്യുന്നതെന്ന് പറയുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം നിങ്ങൾ അധികം നോട്ടീസ് ചെയ്യാത്തൊരു കാര്യം പറഞ്ഞു തരാം. എങ്ങനെയാണ് ഈ ലോകം വർക്ക് ചെയ്യുന്നതെന്ന് നമ്മുടെ മുതിർന്നവർ നമുക്ക് തെറ്റായി പറഞ്ഞു തന്നതെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അത് കറക്റ്റ് ചെയ്ത് ഇതിലേക്ക് പോകാൻ പറ്റൂ. അപ്പോൾ ആദ്യം നമ്മുടെ റോങ് നോഷൻ എന്താണ്? ലോകത്തെക്കുറിച്ചുള്ള റോങ് നോഷൻ എന്താണ്? തൊട്ടിലിൽ കിടക്കുമ്പോൾ നമുക്ക് നമ്മുടെ റോങ് നോഷൻ കിട്ടിത്തുടങ്ങുവാണ്. തെറ്റിദ്ധാരണകൾ ആരംഭിക്കുന്നത് നമ്മൾ തൊട്ടിലിൽ കിടക്കുമ്പോഴാണ്. 3 വയസ്സുള്ളപ്പോൾ നമ്മുടെ മെമ്മറി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? നമുക്ക് ചുറ്റും കുറേ മനുഷ്യർ, നമുക്ക് വേണ്ടി ജീവിക്കുന്ന കുറേ മനുഷ്യർ. അമ്മ, അച്ഛൻ, മുത്തശ്ശൻ, മുത്തശ്ശി, ചേട്ടൻ, ചേച്ചി, പിന്നെ ചിറ്റ, അല്ലേ, പേരമ്മ, മേമ, ഓപ്പോള്, അങ്ങനെ എന്തൊക്കെ പേരുകളിട്ട് കുറേ മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട്. അമ്മായി. അപ്പൊ ഇവരൊക്കെ ചുറ്റിന് നിന്ന് ഇവരുടെയൊക്കെ സെന്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ആരാണ്? ഞാനാണ്. ഈ ഞാൻ അനുഭവിക്കാത്ത ആരും ഉണ്ടാവില്ല. ഒരുമാതിരി എല്ലാ മനുഷ്യരും
വിചാരിച്ചിട്ടുണ്ട് ഐ ആം ദ സെന്റർ ഓഫ് ദിസ് വേൾഡ് എന്ന്. ശരിക്കും അനുഭവിക്കാത്ത ആരും ഉണ്ടാവില്ല. ആ തെറ്റിദ്ധാരണയിലൂടെ കടന്നു പോകാത്ത ഒരു മനുഷ്യനും ഉണ്ടാവില്ല. കാര്യം അങ്ങനെയാണ് കുട്ടിക്കാലം. കുട്ടിക്കാലത്ത് ഒരു സൊസൈറ്റി മുഴുവൻ നമ്മളെ സ്നേഹിക്കും. വീടിനകത്ത് നമ്മൾ ഒന്ന് കരഞ്ഞാൽ മതി, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം നമ്മുടെ നാവിൻ തുമ്പിൽ എത്തുകയായി. നമുക്ക് തന്ന ഭക്ഷണം മുഴുവൻ കഴിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അമ്മ നമ്മളെ എടുത്ത് തെരുതെര ഉമ്മ വയ്ക്കും. എന്താണ് നമ്മൾ ചെയ്ത മഹാകാര്യം? വിശന്നപ്പോൾ ആഹാരം കഴിച്ചു. അതിനാണ് ഈ അമ്മ എടുത്ത് ഉമ്മ വെച്ചുകൊണ്ടേയിരിക്കും. അച്ഛൻ നമ്മളെ ലാളിക്കുന്നു, മുത്തശ്ശൻ മുത്തശ്ശിയൊക്കെ നമ്മളെ ലാളിക്കുന്നു. അപ്പൊ ഇവിടെ വെച്ച് തന്നെ നമ്മൾ നമുക്കൊരു ആശയം കിട്ടി, ഞാനാണ്. എൻ്റെ ഈഗോ അത്രയും സ്ട്രോങ് ആയി തുടങ്ങി. ഈ ലോകം എനിക്ക് വേണ്ടിയാണ്, ഈ ലോകം മുഴുവൻ എനിക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ്. ഈ വീട്ടിലെ ഓരോന്നും ചലിക്കുന്നത് എൻ്റെ ജീവിതത്തിനനുസരിച്ചാണ്. ഞാൻ കരഞ്ഞാൽ അവരെല്ലാം ഓടി വരും, ഞാൻ ഒച്ച വെച്ചാൽ അവരെല്ലാം സൈലന്റ് ആകും, ഞാൻ ചിരിച്ചാൽ അവർ ചിരിക്കും, ഞാൻ കരഞ്ഞാൽ അവരും കരയുന്നു. എന്നോടൊപ്പം അവർ ഓടുന്നു, എന്നോടൊപ്പം അവർ നീന്തുന്നു, എന്നോടൊപ്പം അവർ ഇഴയുന്നു, എന്നോടൊപ്പം അവർ കിടക്കുന്നു, എന്നെ അവരെടുത്ത് ഉയർത്തുന്നു. ഞാനാണ് കിങ്, ഞാനാണ് ഈ ലോകത്തിന്റെ ചക്രവർത്തി. ആ ലോകം എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് ആ വീടാണ്. കുട്ടി വിചാരിക്കും ഈ വീട്ടിലെ അതേ സംഗതിയായിരിക്കും നാട്ടിൽ നിന്ന്. തൻ്റെ അകത്തുള്ള ഈ വീടിനകത്തുള്ള ലോകം തന്നെയാണ് പുറത്തുള്ളതെന്നാണ് ആദ്യം കുട്ടി വിചാരിക്കുക. അപ്പോഴാണ് സ്കൂളിലേക്ക് പോയി തുടങ്ങുന്നത്. സ്കൂളിലേക്ക് പോയി തുടങ്ങുമ്പോൾ അത്ര തന്നെ കെയറിങ് അല്ല. ഒരു ചെറിയ ഡിറ്റാച്ച്മെന്റ് അവിടെ സംഭവിച്ചു, പക്ഷെ സ്റ്റിൽ കെയറിങ് ആണ്, അല്ലേ? നമ്മളെ നല്ലൊരു സ്കൂളിൽ കൊണ്ട് ചേർത്ത് എല്ലാവരും നമ്മളെ കെയർ ചെയ്യും. അവിടെ അമ്മ പറഞ്ഞ് ഏൽപ്പിക്കും, അച്ഛൻ പറഞ്ഞ് ഏൽപ്പിക്കും, അവിടുത്തെ ആയമാരെ ഏൽപ്പിക്കും, ടീച്ചർമാരെ ഏൽപ്പിക്കും, പരിചയമുള്ളവരെ ഏൽപ്പിക്കും. അല്ലെങ്കിൽ നമ്മൾ അത്രയും ഫീസ് കൊടുത്താൽ പഠിക്കുന്നതെങ്കിൽ അതിൻ്റെ പേരിൽ അവർ നമ്മളെ കെയർ ചെയ്യും. നമ്മൾ അത്രയും വെൽ പെയ്ഡ് ആണെങ്കിൽ അതിൻ്റെ പേരിൽ നമുക്കൊരു കെയർ കിട്ടും. അങ്ങനെയുള്ള സ്കൂളുകളുണ്ടല്ലോ. അപ്പൊ അവിടെയും നമ്മൾ പ്രൊട്ടക്റ്റഡ് ആണ്. അത് ആവശ്യമാണ്, ഇല്ലെന്നല്ല പറയുന്നത്. അവിടെയും നമ്മൾ പ്രൊട്ടക്റ്റഡ് ആണ്. പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും ചെറിയ ചെറിയ കൊച്ചു 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 ടാസ്കുകളും ചലഞ്ചുകളുമാണ് നമ്മുടെ മുമ്പിൽ വരുന്നത്. അത് നമുക്ക് ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. അത് ക്ലിയർ ചെയ്യുന്നതോടുകൂടി നമ്മൾ റിവാർഡ് മേടിച്ചു തുടങ്ങും. നമ്മളെ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യും. നന്നായി, ഹോംവർക്ക് നന്നായിട്ട് ചെയ്തു, അല്ലെങ്കിൽ അത് നന്നായിട്ട് ചെയ്തു, നന്നായിട്ട് പെർഫോം ചെയ്തു. ഇങ്ങനെ കൊച്ചു കൊച്ചു അച്ചീവ്മെന്റുകൾക്ക് പോലും ഒരുപാട് റിവാർഡ് കിട്ടിത്തുടങ്ങും. ഒരുപാട്, അതായത് ഈ ലോകം എന്നെ ഇങ്ങനെ സ്നേഹിക്കുകയാണ്, ഈ ലോകം എന്നെ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് എന്നെ ഇങ്ങനെ പുഷ് ചെയ്യാണ്, മുകളിലേക്ക് പോകും എന്ന് പറഞ്ഞിട്ട്. എന്തൊരു ലവിങ് ആയിട്ടുള്ള ലോകം. അതായത് നമ്മുടെ ഭാഗത്ത് നിന്ന് കുറച്ച് എഫർട്ട് ഇടണം, വേണ്ടെന്നല്ല പറഞ്ഞ്, അത്ര ഇട്ട് കഴിഞ്ഞാൽ ഈ ലോകം നമ്മളെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു. ഇത് വീണ്ടും മുമ്പോട്ട് പോയി ഹയർ സ്കൂളിലെത്തി, അല്ലേ? അപ്പർ പ്രൈമറി എത്തി, ഹൈസ്കൂൾ എത്തി. അവിടെയൊക്കെ ചലഞ്ചുകൾ കൂടി വരും, പക്ഷെ നമ്മുടെ എബിലിറ്റീസും കൂടി വരും. എല്ലാത്തിനും, ടെസ്റ്റ് പേപ്പറിനായാലും എക്സാംസിനായാലും അസൈൻമെന്റ്സിലായാലും എല്ലായിടത്തും ഞാൻ അച്ചീവറാണ്, അല്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് സിസ്റ്റം ഉണ്ട്. ഞാൻ എപ്പോഴെങ്കിലും പുറകോട്ട് പോയാൽ വളരെ കെയർഫുൾ ആയിട്ട് ആളുകൾ വന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകും. ഞാൻ നശിക്കാൻ അവരാരും സമ്മതിക്കില്ല. അച്ഛനോ അമ്മയോ ട്യൂഷനോ ടീച്ചറോ മെന്റേഴ്സോ ആരും സമ്മതിക്കില്ല ഞാൻ നശിച്ചു പോകാൻ. അത്രയും ലവിങ് ആയിട്ട് അവരെന്നെ കെയർ ചെയ്യുന്നു. അങ്ങനെ ഞാൻ കോളേജിലെത്തുന്നു, ഹയർ സ്റ്റഡീസിന് പോകുന്നു. അപ്പോഴത്തേക്കും ഞാൻ വെൽ എഡ്യൂക്കേറ്റഡ് ആയി കഴിഞ്ഞു. എനിക്ക് ഈ ലോകത്ത് എവിടെ പോയാലും അക്സെപ്റ്റൻസ് കിട്ടുന്ന രീതിയിൽ നല്ല എഡ്യൂക്കേഷൻ എനിക്ക് ലഭിച്ചു കഴിഞ്ഞു. സോ എവിടെയാണ് പ്രശ്നം? ഈ ലോകത്ത് ഒരു പ്രശ്നമില്ല, അല്ലേ? സാധാരണഗതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഒരു 20-21 വയസ്സ് വരെ വലിയ ചാലഞ്ചസ് ഒന്നും വരുന്നില്ല. 21-22 വയസ്സിലൊക്കെ ഒരാളുടെ മനസ്സിൽ ഉള്ള ചിത്രം എന്ന് പറയുന്നത് ഈക്വാലിറ്റിയാണ്. എല്ലാവർക്കും അവരുടെ വിചാരം എന്താണ്? ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട്, എനിക്കും ഉണ്ട്. അപ്പോൾ ഞാനിവിടെ കോമ്പീറ്റ് ചെയ്ത് മുമ്പോട്ട് പോയാൽ മതി. എക്സാംസ് ഒക്കെ എഴുതുക, കോമ്പറ്റേറ്റീവ് എക്സാംസ് എഴുതി ജോലി മേടിക്കുക, അത് അയാൾക്കും കിട്ടും. അയാൾ പഠിച്ചാൽ അയാൾക്കും കിട്ടും, ഞാൻ പഠിച്ചാൽ എനിക്ക് കിട്ടും, മറ്റേയാൾ പഠിച്ചാൽ മറ്റേയാൾക്ക് കിട്ടും. ആർക്ക് വേണേ എങ്ങോട്ട് വേണേ കയറി പോകാം. അതിനിടയ്ക്ക് 10ാം ക്ലാസ്സിൽ തോറ്റുപോയ സച്ചിൻ ടെണ്ടുൽക്കർ ലോക പ്രശസ്തനാകുന്നു, MS ധോണി ഉയർന്നു വരുന്നു, അല്ലെങ്കിൽ വേറൊരു ഒരു ഫിലിം സ്റ്റാർ ഉയർന്നു വരുന്നു, പെട്ടെന്ന് വരുന്നു, അയാൾ ഇങ്ങനെ ടോപ്പ് ഓഫ് ദി വേൾഡ് ആകുന്നു, ലാർജർ ദാൻ ലൈഫ് ആകുന്നു. അങ്ങനെ കുറെ ആൾക്കാർ അവിടെയുണ്ട്. ഒന്നുകിൽ നമുക്ക് അവരെ കണ്ട് ഇങ്ങനെ ആനന്ദിച്ച് നിൽക്കാം. അവർ ജസ്റ്റ് എന്റർടൈൻമെന്റ് ആണ്, നമുക്ക് എന്റർടൈൻമെന്റ് വാല്യൂ. അവർ ഷാറൂഖ് ഖാനൊക്കെ നമുക്കൊരു എന്റർടൈൻമെന്റ് വാല്യൂ ആണ്. പക്ഷെ അവരുടെ റിയൽ ലൈഫ് ഡിഫറെന്റ് ആണെങ്കിൽ പോലും നമ്മളെ സംബന്ധിച്ച് അവരൊരു എന്റർടൈൻമെന്റ് വാല്യൂ ആണ്. ഞാൻ
പഠിച്ച് കോമ്പീറ്റ് ചെയ്ത് കോമ്പറ്റീഷൻ എക്സാംസ് ക്ലിയർ ചെയ്ത് എനിക്ക് നല്ല പ്ലേസ്മെന്റ് കിട്ടുന്നു, അവിടുന്ന് എനിക്ക് നല്ല സാലറി കിട്ടുന്നു. ആ സാലറി ഉപയോഗിച്ച് ഞാൻ ഇവരുണ്ടാക്കി വിടുന്ന മൂവീസ് കാണുന്നു, ഇവരുണ്ടാക്കി വിടുന്ന ഫുഡ് കഴിക്കുന്നു, ഇവരുണ്ടാക്കി വിടുന്ന ഫ്ലൈറ്റിൽ ഞാൻ ലോകം ചുറ്റി സഞ്ചരിക്കുന്നു, ഇവരുടെ ബാങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്നു, ഇവരുടെ ഹോസ്പിറ്റൽസിൽ ഞാൻ വർക്ക് ചെയ്യുന്നു, ഇവരുടെ എഞ്ചിനീയറിംഗ് കോളേജിൽ ഞാൻ വർക്ക് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ പോകുന്നു. എൻ്റെ വിചാരം ഈ ലോകം ഈക്വൽ ആണ്. കുറച്ച് പേരൊക്കെ അവിടെയൊക്കെ മുമ്പോട്ട് പോയിട്ടുണ്ടെങ്കിലും ഈ ലോകം ഈക്വൽ ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതാണ് നമ്മുടെ ആദ്യത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. അതാണ് ഈ ലോകം ഈക്വൽ അല്ല. ഇതൊരു ഗംഭീരമായ ഒബ്സർവേഷൻ ആണ് കേട്ടോ. ഇതൊരു അതിഗംഭീരമായ ഒബ്സർവേഷൻ. നിങ്ങളിത് ഇങ്ങനെ തന്നെ മനസ്സിലാക്കണം. ഈ ലോകത്ത് എന്തൊക്കെ പ്രശ്നങ്ങളാണ് നടക്കുന്നത് ഈ ഒരു സീക്രട്ട് അറിയാത്തത് കൊണ്ട്. ഹിന്ദു മതത്തിൽ ജാതിയുണ്ട്, ജാതി അങ്ങനെ അങ്ങനെ ഒരുപാട് തരത്തിലുള്ള തെറ്റായ ഡിബേറ്റുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഈ ലോകത്ത് ഈക്വാലിറ്റി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് എന്നുള്ള തെറ്റിദ്ധാരണയുടെ പുറത്താണ് ഇത്രയും റോങ് ഡിബേറ്റ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ലോകത്തിന്റെ കോർ സീക്രട്ട് എന്താണെന്നറിയാമോ? 1000 തവണ പുതുക്കി പണിതാലും അവസാനം ഇതെങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കുക എന്നറിയാമോ? ക്ലാസ് ആൻഡ് ഹൈറാർക്കി. ഇത് ഒരിക്കലും മറന്നു പോകരുത്. ഇക്വാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലുള്ള ഒരു നന്മ കൊണ്ടുവരുന്ന ഒരു പ്രൊജക്ഷൻ ആണ്, മാത്രമാണ്. ആക്ച്വലി ഈ ലോകം ഈക്വലേ അല്ല. ഒരു ലോകവും ഒരു കാലത്തും ഈക്വൽ അല്ല. മൃഗങ്ങളുടെ ലോകം നോക്ക്, അത് ഈക്വൽ അല്ല. അവിടെയും ഫുഡ് ചെയിൻ ഉണ്ട്, ഫുഡ് സൈക്കിൾ ഉണ്ട്, ഹൈറാർക്കി ഉണ്ട്. ഹൈറാർക്കി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ സിംഹം മുകളിൽ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. കരുത്തും കഴിവും ഉപയോഗിച്ച് ഓരോരുത്തരും മുകളിലേക്ക് പോകുന്ന ഒരു റൂള് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ ജന്തുക്കളുടെ ലോകത്ത് നമുക്കത് അങ്ങനെ കാണാൻ പറ്റില്ലെങ്കിൽ പോലും അതൊരു ഫുഡ് ചെയിൻ ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ദൃശ്യമാകുന്നില്ലെങ്കിലും മനുഷ്യർക്കിടയിൽ അതുണ്ട്. അത് ഇല്ലാതാക്കാൻ കഠിന പ്രയത്നം ഇവിടെ നടത്തിയിട്ടുണ്ട് ആൾക്കാർ, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. കഠിന പ്രയത്നം നടത്തിയിട്ടുണ്ട്. ക്ലാസ് ആൻഡ് ഹൈറാർക്കി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഈ ലോകത്ത് ഒരുപാട് ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. എല്ലാം പരാജയപ്പെടുന്നു. കാര്യം ഇത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള ഇത് പുറത്തല്ല ആക്ച്വലി ഈ ക്ലാസ് ആൻഡ് ഹൈറാർക്കി ഉള്ളത്. നമ്മുടെ എല്ലാം സബ് കോൺഷ്യസിലാണ് ഈ ക്ലാസ് ആൻഡ് ഹൈറാർക്കി നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കുറെ നല്ല മനുഷ്യരെ, ഇക്വാലിറ്റിയിൽ വിശ്വസിക്കുന്ന കുറെ നല്ല മനുഷ്യരെ എടുത്ത് നിങ്ങളൊരു ദ്വീപിൽ കൊണ്ടുവന്ന് പാർപ്പിച്ച് നോക്കൂ. അങ്ങനെ ഒരു സിനിമ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് നല്ല മനുഷ്യരെ, അതായത് ഈക്വാലിറ്റിയിൽ വിശ്വസിക്കുന്ന കുറച്ച് നല്ല മനുഷ്യരെ ഒരു ദ്വീപിൽ കൊണ്ടുപോയി. ഒരു ദ്വീപിൽ അവർ ജീവിച്ചു തുടങ്ങി. അവസാനം എന്താണെന്നറിയാമോ? ഇവർ തമ്മിൽ വലിയ യുദ്ധമായി മാറി. കാര്യം ഇവർക്കിടയിൽ എന്തുണ്ടായി? ഹൈറാർക്കി ഉണ്ടായി. ഈക്വാലിറ്റിയിൽ വിശ്വസിക്കുന്ന കുറച്ച് മനുഷ്യരാണ് അവിടെ പോയത്. അവരവിടെ പോയിട്ട് ഈ ലോകത്ത് നിന്ന് കട്ട് ഓഫ് ആയിട്ട് ഐലൻഡിൽ ജീവിക്കുകയാണ്. പക്ഷെ ഇവഞ്ച്വലി എന്താണ് സംഭവിക്കുന്നത്? അവർക്കിടയിൽ ഹൈറാർക്കി വന്നു, അവർക്കിടയിൽ ക്ലാസ് ഉണ്ടായി, അവർക്കിടയിൽ ക്ലാസ് സ്ട്രഗിൾ ഉണ്ടായി. അവസാനം അത് കൊലപാതകത്തിൽ വരെ കലാശിക്കുന്നു. കുറച്ച് മനുഷ്യരെ അവിടെ ഉള്ളൂ, കുറച്ച് പേരേ ഉള്ളൂ. ആ കുറച്ച് പേർക്കിടയിൽ അത് കൊലപാതകങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സിനിമ അടുത്ത സമയത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഓർമ്മ വരുവാണെങ്കിൽ ഞാൻ പറയാം. ഇതാണ് സത്യം. അത് ശരിക്കും അങ്ങനെ ഒരു എക്സ്പെരിമെന്റ് നടന്നത്രേ. ശരിക്കും നടന്ന ഒരു എക്സ്പെരിമെന്റിനെ ബേസ് ചെയ്തിട്ടാണ് സിനിമ. മനുഷ്യന്റെ ഉള്ളിൽ ഹൈറാർക്കി ഉണ്ട്, മനുഷ്യന്റെ ഉള്ളിൽ ക്ലാസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ആദ്യം മനസ്സിലാക്കൂ, ഞാൻ ക്രൂരമായിട്ടുള്ള നിങ്ങൾക്കൊരു പാഠം പറഞ്ഞു തരുമല്ല, ഒരു ഹാർഷ് റിയാലിറ്റി നിങ്ങൾക്ക് പറഞ്ഞു തരാണ്. ഈ ലോകം എന്ന് പറയുന്നത് ഹൈറാർക്കിയാണ്. ഈ ലോകം എന്ന് പറയുന്നത് ഡിവിഷനാണ്. ഈ ലോകം എന്ന് പറയുന്നത് ക്ലാസ് ആണ്. നമുക്കിത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കിതിൻ്റെ ഉള്ളിൽ നന്മയോടുകൂടി ജീവിക്കാൻ പറ്റൂ. ഇല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ നന്മയുണ്ട്, ആ നന്മ കെടുത്തിക്കളയണമെന്ന് ഞാൻ പറയുന്നില്ല. ഈ നന്മയായിട്ട് നമ്മൾ അവിടെ നിന്ന് കരയും, ഈ നന്മയായിട്ട് നമ്മൾ അവിടെ നിന്ന് ബ്ലീഡ് ചെയ്യും, ഈ നന്മയായിട്ട് നമ്മൾ അവിടെ നിന്ന് സഫർ ചെയ്യും. കാര്യം നമുക്കറിയില്ല ഇത് എന്തുകൊണ്ട് ബ്ലീഡ് ചെയ്യുന്നു, നമ്മൾ എന്തുകൊണ്ട് സഫർ ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. എന്താ കാര്യം? ഈ ലോകത്തിന്റെ ഘടന നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ഈ ലോകത്തെ നമ്മൾ പഠിച്ചിട്ടില്ല. ഞാൻ തൊട്ടിലിൽ കിടന്ന് കണ്ട ലോകമല്ലത്. തൊട്ടിലിൽ കിടന്നപ്പോഴും ഇത് ഇങ്ങനെ തന്നെ ആയിരുന്നു. പക്ഷേ അതൊരു പ്രത്യേക പരിതസ്ഥിതിയിൽ എൻ്റെ നർച്ചറിങ്ങിന് വേണ്ടി തൽക്കാല ലോകം അങ്ങനെ മാറിയെന്നേ ഉള്ളൂ. ആക്ച്വലി ദിസ് വേൾഡ് ഈസ് എ ഹാർഷ് റിയാലിറ്റി.
ഇത് ക്ലാസ് ആണ്, ഇത് ഹൈറാർക്കിയാണ്. ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഈ ലോകം ഫ്ലാറ്റ് അല്ല. ഈ ലോകം എന്താണ്? ഒരു 3 ഡയമെൻഷണൽ പിരമിഡ് പോലെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. 3 ഡയമെൻഷണൽ പിരമിഡ് പോലെ. ഇതൊരു ഫ്ലാറ്റ് അല്ല, ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു വ്യൂ അല്ല, ഒരു ബേർഡ്സ് ഐ വ്യൂ അല്ല ഈ ലോകം. പകരം ഒരു 3 ഡയമെൻഷണൽ ഒരു പിരമിഡ് ആണ് ഈ ലോകം. ഈ പിരമിഡിന്റെ മുകളിലൊരു ഭാഗമുണ്ട്, നടുക്കൊരു ഭാഗമുണ്ട്, ബേസിലൊരു ഭാഗമുണ്ട്. നമുക്കറിയാം ബേസിലെ ഭാഗം വലുതായിരിക്കും, മിഡിൽ ഭാഗം ഇന്റർമീഡിയറ്റ് ആയിരിക്കും, ടോപ്പ് ഭാഗം എന്ന് പറയുന്നത് ചെറുതായിരിക്കും. ഇങ്ങനെയാണ് ഈ ലോകത്തെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഇനി നമുക്ക് ഇതിനകത്തെ ആ ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അത് മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊരു ഗംഭീരമായിട്ടുള്ള രാശിയാണ്, നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കുക. 3 തരം ക്ലാസ് ആണുള്ളത് ഈ ലോകത്ത്. 3 തരം ക്ലാസ് ഉണ്ട്. ആ പിരമിഡ് മനസ്സിൽ കാണുക. നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് അതിന്റെ ടോപ്പ് ക്ലാസ്സിനെ കുറിച്ചിട്ടാണ്. ടോപ്പ് ക്ലാസിന്റെ പേരെന്താണ്? ദ എലീറ്റ്. ടോപ്പ് ക്ലാസ് മനുഷ്യരുണ്ട്. അതിന്റെ അവരുടെ പേരാണ് ദ എലീറ്റ്. ഇവർ ജനസംഖ്യയുടെ 1% ഉള്ളൂ. എന്താ പറഞ്ഞത്? ടോട്ടൽ ഈ ഭൂമിയിലുള്ള ടോട്ടൽ പോപ്പുലേഷന്റെ 1% ആണ് ദ എലീറ്റ് എന്ന് പറയുന്ന ആ ക്ലാസ് ഉള്ളത്. അപ്പൊ 1% എന്ന് പറഞ്ഞാൽ എത്രയാ? ഈ ലോകത്ത് എത്ര മനുഷ്യരുണ്ട്? 8 ബില്യൺ അല്ലേ? 800 കോടി, 8 ബില്യൺ മനുഷ്യരാ ഉള്ളത്. അതിന്റെ 1% എന്ന് പറയുമ്പോൾ എത്രയായി? 80 മില്യൺ. സ്റ്റിൽ എ ലാർജ് നമ്പർ. 80 മില്യൺ ഒരു അപ്രോക്സിമേറ്റ് കണക്കാണ്, പക്ഷെ ഏറെക്കുറെ സത്യവുമാണ്. ഒരു 80 മില്യൺ മനുഷ്യരുണ്ട്. സൂപ്പർ റിച്ച് ആണ് അവർ. അവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാ? സൂപ്പർ റിച്ച് ആണ്. അതായത് ഈ 1%ന്റെ കയ്യിലാണ് എന്തുള്ളത്? ഈ ലോകത്തിന്റെ എത്രയോ ശതമാനം വെൽത്ത് ഇവരുടെ കയ്യിലാണുള്ളത്. ഈ 1% കയ്യിലാണ് ഇവരുടെ വെൽത്ത് കംപ്ലീറ്റ് ഇരിക്കുന്നത്. 90% വെൽത്തും അവരുടെ കയ്യിൽ അക്യൂമുലേറ്റ് ചെയ്തിരിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ടോപ്പ് ക്ലാസിന്റെ കയ്യിൽ, അതായത് ഈ 1% മനുഷ്യർ 90% വെൽത്ത് കൈയടക്കിയിരിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ തല കറങ്ങിപ്പോവും. 1% 90% വെൽത്ത് കൈയടക്കി വെച്ചിരിക്കുക എന്ന് പറയുന്നത്. പക്ഷെ ഇതാണ് ലോകം. അവര് ഉണ്ടാക്കിയെടുത്ത് ഇത് ഈ ലോകം ഇങ്ങനെ ആയി മാറുകയാണ്. ഇതിനെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇനി ഏതാണ് ഈ ദ എലീറ്റ് ക്ലാസ്സിൽ വരുന്നത്? ആരൊക്കെയാണ്? പ്രധാനമായിട്ട് അവരുടെ ലക്ഷണങ്ങൾ പറയുന്നുണ്ട്. ദ റിച്ച്. സെക്കൻഡ് എന്ന് പറയുന്നത് ദ പവർഫുൾ. അധികാരം മുഴുവൻ അവരുടെ കയ്യിലാണ്. സമ്പത്ത് മുഴുവൻ അവരുടെ കയ്യിലാണ്. അധികാരം മുഴുവൻ അവരുടെ കയ്യിലാണ്. ആൻഡ് ഫേമസ്. മൂന്നാമത് പ്രശസ്തി. ഇപ്പൊ ഈ 3 കാര്യങ്ങളാണ് ഈ എലീറ്റ് എന്ന് പറയുന്ന ക്ലാസിന്റെ കയ്യിലുള്ളത്. റിച്ച് ആണ് അവര്, പവർഫുൾ, അധികാരമുണ്ട് അവരുടെ കയ്യിൽ, അവര് ഫെയിം ഉണ്ട്, പ്രശസ്തി, അവർ വിസിബിലിറ്റി ഉണ്ട്. അവരൊരു വാക്ക് പറഞ്ഞാൽ നമ്മുടെ ഈ മുഴുവൻ ആരവോ ഒന്നും അല്ലാണ്ടായി പോകും. നമ്മളിങ്ങനെ ബഹളം വെച്ചോണ്ടിരിക്കുമല്ലേ, അതിനിടയ്ക്ക് അവർ ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ നമ്മൾ മുഴുവൻ സൈലന്റ് ആവും. ഇത്രയും അതാണ് ഫെയിം, വേറൊന്നുമല്ല. ഫെയിം എന്ന് പറഞ്ഞാൽ വെറും റെക്കഗ്നിഷൻ അല്ല, നമ്മുടെ വാക്കിന് കിട്ടുന്ന ഇമ്പാക്റ്റ് ആണത്. അതാണ് ഫെയിം എന്ന് പറയുന്നത്. അതിനാണ് ഈ ഫെയിമിനും വിസിബിലിറ്റിക്കും വേണ്ടി ആളുകൾ മത്സരിക്കുന്നത്. എന്താ? അവര് പറയുന്നത് ഉറക്കെ കേൾക്കണം. ഇപ്പൊ നാട്ടിൻപുറത്ത് വഴക്കിടുമ്പം ആരാണ് ജയിക്കുന്നത്? ഏറ്റവും ഒച്ചത്തിൽ കാര്യം പറയുന്ന ആളെ ജയിക്കുള്ളൂ. ലോജിക്ക് പറയുന്ന ആള് ജയിക്കുമോ? എവിടെങ്കിലും നാട്ടിൻപുറത്ത് നടന്ന ഡിബേറ്റിൽ വഴക്കില് ലോജിക്ക് പറഞ്ഞ ആർക്കെങ്കിലും ജയിക്കാൻ പറ്റുമോ? പറ്റില്ല. ഉറക്കെ സംസാരിക്കുന്ന ഒരാളെ അവിടെ ജയിക്കുള്ളൂ. അപ്പൊ എല്ലാത്തിന്റെയും മുകളിൽ തന്റെ ശബ്ദം എത്തിച്ചേരണം. അതുകൊണ്ടാണ് പഴയ ആൾക്കാർക്ക് ഭയങ്കര ശബ്ദം. അവരിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ശബ്ദം ഉണ്ടാക്കി വെച്ചേക്കുക. ശ്രദ്ധിച്ചാൽ മതി. കുറച്ച് പഴയ ആൾക്കാർക്ക് നല്ല ശബ്ദം, പുതിയ ആൾക്കാർക്ക് പിന്നെയും കുറച്ച് പതുക്കെ അവർ സംസാരിക്കുള്ളൂ. പഴയ ആൾക്കാർ ഭയങ്കര വോളിയത്തിൽ, പ്രത്യേകിച്ച് ഈ ഗ്രാമത്തിൽ നിന്ന് വരുന്നവർ. കാര്യം ഇവർ ഞാനിത് ശരിക്കും കണ്ടിട്ടുണ്ട്. ഞാൻ ചെർപ്പളശ്ശേരിയിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ചുറ്റുമുള്ള മനുഷ്യരെ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവർക്ക് നല്ല വോളിയം എന്താന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. പിന്നീടാണ് നമ്മൾ കാണുന്നത്, ഇവരുടെ വഴക്കുണ്ടാകുമ്പോഴാണ് നമ്മളിത് കാണുന്നത്. ഇവർക്കിടയിൽ ഇടയ്ക്കിടയ്ക്ക് ഇവർ ഭയങ്കര സ്നേഹമായിരിക്കും, പെട്ടെന്ന് വഴക്കം വിടും. പെട്ടെന്നാണ് ഇവർക്ക് മൂഡ് സ്വിങ്സ് വരുന്നത്. അപ്പോൾ വഴക്കുണ്ടാക്കുമ്പോൾ ഈ ആള് ഭയങ്കര വോളിയത്തിൽ സംസാരിച്ചിട്ടാണ് ജയിക്കുന്നത്. കൺവിൻസ് ചെയ്യുന്നല്ല, ജയിക്കുകയാണ്.
ഒച്ച ഉണ്ടാക്കി ജയിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ഒച്ച ഉണ്ടാക്കുന്ന ആൾ ജയിച്ചു. അപ്പം ഇങ്ങോട്ട് ഒരു ഫെയിം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ പറയുന്നത് ലോകം മുഴുവൻ ശ്രദ്ധിക്കണം. നമ്മളുടെ വാക്കുകൾ ചിലപ്പം എന്നെക്കാൾ സെൻസിബിൾ ആയിട്ട് സംസാരിക്കാൻ അറിയാവുന്ന വേറൊരാളുണ്ടാവും. അയാൾക്ക് എന്തില്ല, ഫെയിം ഇല്ല. അതുകൊണ്ട് തന്നെ ആ വാക്കിലെ സെൻസ് മുഴുവൻ നൾ ആൻഡ് വോയിഡ് ആയി പോകും. ഞാൻ പറയുന്നത് വെറും ഫൂളിഷ്നെസ് ആയിരിക്കും. പക്ഷെ എനിക്ക് ഫെയിം ഉണ്ട്, എനിക്ക് വിസിബിലിറ്റി ഉണ്ട്, എനിക്ക് റീച്ച് ഉണ്ട്. ഞാൻ പറയുന്ന ഫൂളിഷ്നെസ് ലോകം മുഴുവൻ സൈലന്റ് ആയിട്ട് നിന്ന് കേൾക്കും. ഇനി നേരെ മറിച്ച് ഞാൻ വിസ്ഡ പറയുന്നെങ്കിൽ അത് നല്ല കാര്യമായിരിക്കും. ഒന്നാലോചിച്ച് നോക്ക്. അപ്പൊ ഫെയിം ഉണ്ട്, പവർ ഉണ്ട്, മണി ഉണ്ട്. ഇത് മൂന്നും ഉണ്ടെങ്കിൽ തീർന്നു. ദേ ആർ കിങ്. അവരാണ് രാജാക്കന്മാർ. ഭൂമിയിലെ രാജാക്കന്മാർ എന്ന് പറയുന്നത് ആ 1% ആണ്, ദ എലീറ്റ് ക്ലാസ്. അതിൽ ആരൊക്കെ പെടും? നമുക്ക് അതിന്റെ ഒരു സബ് ക്ലാസ്സിൽ വന്ന ആരൊക്കെ പെടും? ഇൻഡസ്ട്രിയലിസ്റ്റുകൾ, വ്യവസായികൾ. ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്താണ്? മണിയാണ്. മണി എവിടെയാണ് ഏറ്റവും കൂടുതൽ വരുന്നത്? ഇൻഡസ്ട്രീസിലാണ്. ഇൻഡസ്ട്രീസ്, വ്യവസായങ്ങളിലാണ് ധനം ഏറ്റവും കൂടുതൽ ജനറേറ്റ് ചെയ്യപ്പെടുന്നത്, ഇൻഡസ്ട്രീസിലാണ്. പിന്നീട് എന്താണുള്ളത്? ഓൺട്രപ്രണേഴ്സ്, സംരംഭകർ, ബിസിനസ് സംരംഭങ്ങൾ കൊണ്ടുവരുന്നവർ. സെക്കൻഡ് അവരുടെ കയ്യിലായിരിക്കും. ഏറ്റവും കൂടുതൽ മണി അക്യൂമുലേറ്റ് ചെയ്യുന്നത്, ഇവർ ജനറേറ്റ് ചെയ്യുന്നത്, അക്യൂമുലേഷൻ അല്ല, ജനറേറ്റ് ചെയ്യുക, മണി ജനറേറ്റ് ചെയ്യുന്നത് അവരായിരിക്കും, ഓൺട്രപ്രണേഴ്സ് ആയിരിക്കും. പിന്നെ മൂവി ഡയറക്ടേഴ്സ്, മൂവി പ്രൊഡ്യൂസേഴ്സ്, മൂവി സ്റ്റാർസ്, ഇവർ ഈ എലീറ്റ് ക്ലാസ്സിൽ വരും. പിന്നീട് സ്പോർട്സ് പേഴ്സൺസ് ഈ ക്ലാസ്സിൽ വരും. പിന്നെ മീഡിയ പേഴ്സൺസ്, മീഡിയയുടെ ടോപ്പ് നോച്ചിലുള്ള ആൾക്കാർ ഈ ക്ലാസ്സിൽ വരും. ഫണ്ട് മാനേജേഴ്സ്, പൈസ എങ്ങനെയായിട്ട് കളിക്കാൻ, റോൾ ചെയ്യാന്നൊക്കെ അറിയാവുന്ന കുറേ പേരുണ്ട്. ഫണ്ട് മാനേജേഴ്സ്, ഇൻവെസ്റ്റേഴ്സ്, ഇൻവെസ്റ്റ് ചെയ്ത് പൈസ ഉണ്ടാക്കുന്ന ഒരുപാട് ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അവരൊക്കെ ജനറേറ്റ് ചെയ്യാണ് മണി, സ്മാർട്ട് വർക്കിലൂടെ ജനറേറ്റ് ചെയ്യാണ്. സിഇഒസ്, CFOs, ഇത്രയും ഏകദേശം ഇത്രയും പേര് ചേർന്നതാണ് ദ എലീറ്റ് ക്ലാസ്. ഇവര് ഓൾമോസ്റ്റ് ഇൻവിസിബിൾ ആണ്, നമുക്ക് ആക്സസ് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. പൊളിറ്റീഷ്യൻസ് ഉണ്ട് കേട്ടോ, ഞാനത് പറഞ്ഞില്ലല്ലോ. പൊളിറ്റീഷ്യൻസ് ഉണ്ട്, അവരാണല്ലോ പവർ. ഇപ്പൊ ട്രംപ് ബിസിനസ് അറ്റ് എ ടൈം അദ്ദേഹം ബിസിനസ് മാൻ ആണ്, അറ്റ് എ ടൈം അദ്ദേഹം അമേരിക്കയുടെ പ്രസിഡന്റും ആണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, രണ്ടും ഉണ്ട്. ഇപ്പൊ പൊളിറ്റീഷ്യൻസ്, ഏകദേശം ഇത്രയും പേരാണ് ഈ എലീറ്റ് ക്ലാസ്സിലുള്ളത്. ഇവരെ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല, ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഇവരുടെ ലോകത്തേക്ക് നമുക്ക് പ്രവേശിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ജസ്റ്റ് ഇപ്പം സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് അതിൽ റീൽസ് കാണാം, ഇവരെവിടെ പോകുന്നു, ഇവർ ഏത് കാർ ഉപയോഗിക്കുന്നു, ഇവരെന്ത് ഫുഡ് കഴിക്കുന്നു എന്നൊക്കെ നമുക്ക് കാണാം. നമ്മുടെ എന്റർടൈൻമെന്റ് ആണ്, അല്ലേ? അക്ഷയ് കുമാർ ഉപയോഗിക്കുന്ന കാർ ഏതാണ്, അതല്ലെങ്കിൽ ഏറ്റവും പുതിയ മൂവി സ്റ്റാർ ഉപയോഗിക്കുന്ന കഴിക്കുന്ന ഫുഡ്, അദ്ദേഹം പോകുന്ന എന്താണ് എക്സോട്ടിക് ആയിട്ടുള്ള പ്ലേസ് എവിടെയാണ്, അദ്ദേഹം ഉപയോഗിക്കുന്ന കാർ ഏതാണ്. അതുപോലെ സ്പോർട്സ് പേഴ്സൺസ്, മെസ്സിക്ക് എത്ര ഹെലികോപ്റ്ററുകളുണ്ട്, മെസ്സിക്ക് എത്ര കപ്പലുകളുണ്ട്, അങ്ങനത്തെ അങ്ങനെ ഇതൊക്കെ നമുക്കൊരു കൗതുകമാണ്, അല്ലേ? ഇതൊക്കെ നമ്മുടെ കൗതുകങ്ങളിൽ ഒന്നാണ്. ഓക്കെ, അതാണ് ദ എലീറ്റ് ക്ലാസ്. ഇനി നമുക്ക് സെക്കൻഡ് ക്ലാസ്സിലേക്ക് വരാം. ക്ലാസ് 2 എന്താണ് അവരെ പറയണത്? അപ്പർ മിഡിൽ ക്ലാസ് എന്നാണ് അവരെ പൊതുവെ പറയുന്നത്. ഇതിനകത്ത് അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്ക് എന്താണ്? എലീറ്റ് സെർവൻസ് അല്ലെങ്കിൽ എലീറ്റ് പ്രൊട്ടക്ടേഴ്സ്. ഈ എലീറ്റുകളെ ഡയറക്റ്റ് ആയിട്ട് സെർവ് ചെയ്യുന്നവരെയാണ് അപ്പർ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ക്ലാസ് 2 എന്ന് നമ്മൾ വിളിക്കുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? എലീറ്റ് ക്ലാസിന്റെ ഡയറക്റ്റ് സെർവൻസ് ആണ് അവര്. സെർവൻസ് എന്ന് പറയുമ്പോൾ അവരുടെ വീട്ടിൽ ജോലിയല്ല ഉദ്ദേശിക്കണേ, അവരുടെ തോട്ടത്തിലോ വീട്ടിലോ ജോലി ചെയ്യുന്നതല്ല ഉദ്ദേശിക്കണേ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരാളൊരു കമ്പനി തുടങ്ങി, ഒരു ഓൺട്രപ്രണർ ഒരു കമ്പനി തുടങ്ങി. ആ കമ്പനിയുടെ മാനേജ് ചെയ്യുന്നത് മുഴുവൻ ഈ സെക്കൻഡ് ക്ലാസ് ആയിരിക്കും. അവരൊരു ഹോസ്പിറ്റൽ തുടങ്ങി, അത് ഫങ്ഷൻ ചെയ്യണമെങ്കിൽ ഈ സെക്കൻഡ് ക്ലാസ്സിന്റെ സഹായം വേണം, അപ്പർ മിഡിൽ ക്ലാസിന്റെ സഹായം വേണം. അവരൊരു കോളേജ് തുടങ്ങി, അത് ഫങ്ഷൻ ചെയ്യണമെങ്കിൽ അപ്പർ മിഡിൽ ക്ലാസിന്റെ സഹായം വേണം, ക്ലാസ് 2ന്റെ സഹായം വേണം.
ഇവരെപ്പോഴും ഈ എലീറ്റ് ക്ലാസ് എപ്പോഴും ഹയർ ചെയ്യുന്നത് അപ്പർ മിഡിൽ ക്ലാസ്സിനെ ആയിരിക്കും. ഇനി ഒരെണ്ണം കൂടെ താഴെയില്ലേ, അവിടേക്ക് അവർ പോവുകയേയില്ല. താഴെ ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്, അതെന്താണെന്ന് പറയാതെ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. വർക്കിംഗ് ക്ലാസ് അല്ലേ? അങ്ങോട്ടേക്ക് ഈ എലീറ്റ് പോവുകയേയില്ല. അവരുടെ എല്ലാ പ്രധാനപ്പെട്ട ജോലികളും അവര് സോഴ്സ് ചെയ്യുന്ന എങ്ങോട്ടാണ്? അപ്പർ മിഡിൽ ക്ലാസ്സിലേക്കാണ്. ആരൊക്കെയാണ് ഈ അപ്പർ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ എലീറ്റ് സെർവൻസ്? ആരൊക്കെയാണ്? ഓൾ വൈറ്റ് കോളേർഡ് ക്ലാസ്. വൈറ്റ് കോളർ ജോലി ചെയ്യുന്ന എല്ലാവരും അതിൽ പെടും. ബോത്ത് ഇൻ ഗവൺമെന്റ് സെക്ടർ ആൻഡ് പ്രൈവറ്റ് സെക്ടർ. ലോയേഴ്സ്, ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, ബാങ്കേഴ്സ്, ഗവൺമെന്റ് എംപ്ലോയീസ് എന്നുവെച്ചാൽ ടോപ്പ് ഹയർ ഗ്രേഡ് ഗവൺമെന്റ് എംപ്ലോയീസ്, സെയിൽസ് മാനേജേഴ്സ്, സെയിൽസ് എക്സിക്യൂട്ടീവ്സ്. പ്രധാനമായിട്ട് നമുക്ക്, അതായത് നമ്മൾ അത്യാവശ്യം ലാവിഷായിട്ട് ജീവിക്കുന്ന ആൾക്കാരെന്ന് വിചാരിക്കുന്നവരൊക്കെ വാസ്തവത്തിൽ എന്താണ്? എലീറ്റ് സെർവൻസുകളാണ്. അധ്യാപകരും ഡോക്ടർമാരും എഞ്ചിനീയർമാരും ലോയേഴ്സും അക്കൗണ്ടൻസും സെയിൽസ് മാനേജേഴ്സും സെയിൽസ് എക്സിക്യൂട്ടീവ്സും എല്ലാമുള്ള ഒരു വിഭാഗം എന്ന് പറയുന്നത് ഇവർ സൃഷ്ടിച്ചു വെച്ച ഈ ലോകത്തെ ഫങ്ഷൻ ചെയ്യിച്ചുകൊണ്ട് പോണത് ഈ ക്ലാസ് 2 ആണ്. ക്ലാസ് 2വിൽ നിന്ന് മാത്രമേ ഇവർ ഹയർ ചെയ്യൂ. ഒരിക്കലും ക്ലാസ് 3യിലെ ഒരാൾ പഠിക്കുന്ന കോളേജിൽ പോയിട്ട് ഇവര് ഹയർ ചെയ്യില്ല. ഇവരുടെ കമ്പനിയിലേക്ക്, ഇവരുടെ മൾട്ടിനാഷണൽ കമ്പനിയിലേക്ക് ഒരു ആളെ ഈ ക്ലാസ് 3യുടെ അടുത്തുനിന്ന് ഹയർ ചെയ്യില്ല. അത് അവർ പ്രത്യേകം ശ്രദ്ധിക്കും. കാര്യം ഈ ക്ലാസ് ജമ്പ് ഇവര് ആരും ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾ ഒരിക്കൽ ഒരു ക്ലാസ്സിനുള്ളിൽ ആയി കഴിഞ്ഞാൽ ക്ലാസ്സിൽ ജമ്പ് ചെയ്യുക എന്ന് പറയുന്നത് അലൗഡ് അല്ല, അത് ബാൻഡ് ആണ്. ഇന്റർ ക്ലാസ് ജമ്പ് എന്ന് പറയുന്നത് പരസ്പരം അനുവദിക്കില്ല. അതാണ് ഇതിനെ, അത് തടയാൻ വേണ്ടി എന്തുണ്ട്? ഇന്റർ ക്ലാസ് ജമ്പ് തടയാൻ വേണ്ടി എന്തുണ്ട്? അയൺ ഗേറ്റ്സ്. ഓരോ ക്ലാസ്സിനിടയ്ക്കും എന്തുണ്ട്? അയൺ ഗേറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് ക്ലാസ് 1ലുള്ള ആൾക്കാർ അവരുടെ സ്ഥലം സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. അങ്ങോട്ട് കടക്കാൻ നമ്മളെ സമ്മതിക്കില്ല. അതിന് അയൺ ഗേറ്റ് ഉണ്ട്. ക്ലാസ് 2വിൻ്റെക്ക് പുറത്തുനിന്ന് ഒരാൾക്ക് വരാൻ പറ്റും. ഈ കടക്കാന്ന് പറഞ്ഞാൽ ക്ലാസ് 1 ഒരിക്കലും 2വിലേക്ക് വരില്ലല്ലോ. അത് വരില്ലല്ലോ. ക്ലാസ് 1ൽ ഇരിക്കുന്ന ഒരാൾക്ക് അപ്പർ മിഡിൽ ക്ലാസ്സിലേക്ക് വരേണ്ട ആവശ്യമില്ല, വരാൻ പറ്റുമില്ല അല്ലേ? അപ്പൊ അങ്ങനെയല്ല ഉദ്ദേശിക്കണേ. ഇന്റർ ക്ലാസ് ജമ്പ് എന്ന് പറയുന്നത് താഴെ നിന്ന് മുകളിലേക്കാണ്. അപ്പൊ ഇതിനിടയ്ക്ക് എന്തുണ്ട്? അയൺ ഗേറ്റ്സ് ഉണ്ട്. അയൺ ഗേറ്റ്സ് എന്തൊക്കെയാന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പ് നമുക്ക് തേർഡ് ക്ലാസ് വർക്കിംഗ് ക്ലാസ്സിനെ കൂടെ ഒന്ന് പരിചയപ്പെടാം. അത് ഞാൻ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അടുത്ത ക്ലാസ് 3 എന്ന് പറയുന്നത് വർക്കിംഗ് ക്ലാസ് ആണ്. വർക്കിംഗ് ക്ലാസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഈ പറയുന്ന പോലെ നമ്മൾ ആദ്യം കണ്ട ഡെലിവറി ബോയ്, അതുപോലെയുള്ള പിന്നെ നമ്മൾ ഈ കാണുന്ന റീറ്റെയിൽ ഷോപ്പുകൾ, അവിടെ നിൽക്കുന്ന മനുഷ്യര്, നമ്മുടെ വീട്ടിൽ വൈഫൈ കണക്ഷൻ കൊണ്ടുവരുന്നവര്, നമ്മുടെ വീട്ടിലേക്ക് പാലും പത്രവും പച്ചക്കറിയും എത്തിക്കുന്നവര്, അതുപോലെ നമ്മൾ ഈ ചുറ്റും കാണുന്ന ലോകത്ത് അവരാണുള്ളത്. ക്ലാസ് 3 വർക്കിംഗ് ക്ലാസ്. ഇതൊക്കെയാണ് ശരിക്കുള്ള ഡിവിഷൻ. ഇതിനെക്കുറിച്ചൊന്നും ഒരു മനുഷ്യനും മിണ്ടുന്നില്ല. പകരം വെറുതെ അവിടെ പോയി ജാതി ഉണ്ട്, അതുണ്ടെന്ന് പറഞ്ഞു. ജാതിയൊക്കെ എന്നേ പോയി. എന്നുവെച്ചാൽ അത് ചിലരുടെ മനസ്സിൽ ചില സ്ഥലത്ത് മാത്രമേ അതുള്ളൂ. ജാതി ഒന്നും ഇവിടെ ഫങ്ഷൻ ചെയ്യുന്നില്ല. ഞാൻ പറയട്ടെ, ജാതിയിൽ ഏറ്റവും കൂടിയ ജാതി ഏതാ? അങ്ങനെയാണെങ്കിൽ ബ്രാഹ്മണരാണല്ലോ. ബ്രാഹ്മണര് ഇപ്പൊ വർക്കിംഗ് ക്ലാസ്സിലില്ലേ? ഇഷ്ടം പോലെ ബ്രാഹ്മണര് വർക്കിംഗ് ക്ലാസ്സിലുണ്ട്. അപ്പൊ പിന്നെ എങ്ങനെ ശരിയായി? ശരിക്കുള്ള ക്ലാസ്സിൽ അവര് ക്ലാസ് 3 പക്ഷെ നമ്മുടെ ഈ ജാതി വെച്ച് നോക്കുവാണെങ്കിൽ ഇവര് ടോപ്പ് ക്ലാസ്സാ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെന്നാൽ മതി. എലീറ്റ്, ശരിക്കുള്ള എലീറ്റിലേക്ക് പോയിട്ട് എനിക്ക് പൂണൂലുണ്ട് എന്ന് പറഞ്ഞ് ചെന്നിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പൊ അതാ പറഞ്ഞത്, ജാതി ഇപ്പൊ നിലനിൽക്കുന്നില്ല. ജാതി എന്ന് പറയുന്ന ഒരു ഹൈറാർക്കി ഇപ്പൊ നിലനിൽക്കുന്നില്ല. ഇപ്പോഴുള്ള ഹൈറാർക്കി ഈ പറഞ്ഞ ഹൈറാർക്കിയാണ്. ദ എലീറ്റ് പ്രൊട്ടക്ടേഴ്സ് ആൻഡ് വർക്കിംഗ് ക്ലാസ്. ഇതാണ് ഈ 3 ലെയർ ആയിട്ടാണ് സൊസൈറ്റി നിലനിൽക്കുന്നത്. ലോകത്തെല്ലായിടത്തും സൊസൈറ്റി നിലനിൽക്കുന്നത് ഈ 3 ലെയർ ആയിട്ടാണ്. ഇത് ഓർഗാനിക് ആണ്, ഇതിവിടെ ഉള്ളതാണ്. ഇതിനെ നമുക്ക് ഷേക്ക് ചെയ്യാൻ പറ്റില്ല.
ഇതിനെ നമുക്ക് പൊട്ടിച്ചെറിയാൻ പറ്റില്ല. ഒരുപാട് ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. ഫ്രഞ്ച് വിപ്ലവം, സോവിയറ്റ് യൂണിയനിൽ നടന്ന വിപ്ലവം, ഇതൊക്കെ നടന്നത് ഈ ക്ലാസ് ഹൈറാർക്കി ഇല്ലാതാക്കി ഇതിനെ ഈക്വാലിറ്റിയിലാക്കാൻ വേണ്ടി. നടന്നിട്ടില്ല. ആരൊക്കെയാണോ അതിന് ശ്രമിച്ചത് അവരവസാനം എന്തുണ്ടാക്കി? ഒരു ഹൈറാർക്കി ഉണ്ടാക്കി. കാര്യം ഇതങ്ങനെ പോകുന്ന ഒരു സാധനമല്ല. നമുക്ക് ഇതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് കളിക്കാനേ നമുക്ക് പറ്റൂ. ഇതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്ലാസ് ജമ്പ് നടത്താൻ പറ്റും. ഒരിക്കൽ ഇതിന്റെ ഫങ്ഷനിങ് അറിഞ്ഞു കഴിഞ്ഞാൽ, ഒരിക്കൽ ഇതിന്റെ സ്ട്രക്ചർ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ക്ലാസ് ജമ്പ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസമുണ്ട്. എക്സ്ട്രീംലി റയർ ആണ്, എക്സ്ട്രീംലി ഡിഫിക്കൽട്ട് ആണ്, ബട്ട് സ്റ്റിൽ അതാണ് ഒരേ ഒരു വഴി, ക്ലാസ് ജമ്പ്. ക്ലാസ് ജമ്പ് എങ്ങനെ നടത്താമെന്ന് നമുക്ക് ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. എങ്ങനെ? കാര്യം ഇതിനെ ഇങ്ങനെ നമ്മൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. നമ്മുടെ മനസ്സിലൊക്കെ ഈ ലോകം വളരെ എന്താ പറയുക, വിശാലമാണ്, സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ, ഈ ലോകത്ത് എല്ലാവരും ഇക്വാലിറ്റിയിലാണ് ജീവിക്കുന്നത് എന്നൊക്കെ നമ്മൾ വിചാരിച്ചിരിക്കുന്ന നമുക്ക് ഒരിക്കലും ക്ലാസ് ജമ്പ് നടത്തുമോ? നടക്കാൻ പറ്റില്ല. എന്താ കാര്യം? ജമ്പ് ചെയ്യാൻ ഇവിടെ നമ്മുടെ മുമ്പിൽ ഒന്നുമില്ല. നമ്മൾ കാണുന്നത് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ലോകമാണ്. അപ്പോൾ പിന്നെ നമ്മൾ എങ്ങോട്ടാ ജമ്പ് ചെയ്യുന്നത്? നമുക്ക് ജമ്പ് ചെയ്യാനൊന്നുമില്ല, അല്ലേ? പക്ഷെ അങ്ങനെയല്ല. ഇങ്ങനെ ഒരു ക്ലാസ് സ്ട്രക്ചർ ഇവിടെ ഉണ്ട്. അപ്പൊ അതിനകത്ത് ക്രാക്കുകളുണ്ട്. ഞാൻ അയൺ ഗേറ്റ്സ് എന്ന് പറഞ്ഞില്ലേ, അതിൽ ചില വിള്ളലുകളുണ്ട്, ക്രാക്സ് ഉണ്ട്. അതുവഴിയാണ് ജമ്പ് ചെയ്യുന്നത്. ഇനി നമുക്ക് അയൺ ഗേറ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനെക്കുറിച്ചൊരു സാമാന്യ പിക്ചർ തരാം. ഈ ക്ലാസ്സുകളെ തമ്മിൽ വേർതിരിക്കുന്ന അയൺ ഗേറ്റ്സ് എന്തൊക്കെയാണ്? അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ക്ലാസ് 1നും 2നും ഇടയ്ക്കുള്ള, അതാണോ? വേണ്ട, നമുക്ക് താഴേന്ന് തുടങ്ങാം. താഴേന്ന് തുടങ്ങാം. ഒരു വർക്കിംഗ് ക്ലാസ്സിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ, ഓക്കെ, അയാൾ ക്ലാസ് ജമ്പ് നടത്തുന്നത് എങ്ങോട്ടായിരിക്കും? എലീറ്റ് ക്ലാസ്സിലേക്കാണോ? അങ്ങോട്ട് നടത്താൻ പറ്റില്ല. ജമ്പിനൊരു പ്രോസസ് ഉണ്ട്. ക്ലാസ് 3യിൽ നിന്ന് ഒരാൾക്ക് ക്ലാസ് 2ലേക്ക് ജമ്പ് ചെയ്യാൻ പറ്റും. ക്ലാസ് 2ൽ നിന്ന് ക്ലാസ് 1ലേക്കും ജമ്പ് ചെയ്യാം. തിയററ്റിക്കലി അങ്ങനെയാണ് ജമ്പ് ചെയ്യേണ്ടത്. ഒറ്റയടിക്ക് അയാൾക്ക് എലീറ്റ് ആവാൻ പറ്റുമോ? ഒറ്റയടിക്ക് എലീറ്റ് ആവില്ല. ലോട്ടറി അടിക്കണം. അത് വിട്ടേരെ, അങ്ങനെ ഒരു വഴിയില്ല. ലോട്ടറി അടിക്കാന്നൊരു വഴിയില്ല. പിന്നെ ലക്ക് കൊണ്ടൊക്കെ കയറി പോകുന്നുണ്ട്, അതില്ലെന്ന് ഞാൻ പറയുന്നില്ല. അതിവിടെ നിൽക്കട്ടെ, നമുക്ക് അതല്ലാതെ നോക്കാം. അപ്പൊ ക്ലാസ് 3യിൽ നിന്ന് ക്ലാസ് 2ലേക്ക് എങ്ങനെ വരാം? ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കണം. ക്ലാസ് 3യിൽ നിൽക്കുന്ന ഒരാൾക്ക് ക്ലാസ് 2ൽ എങ്ങനെ എത്താം? ഈ ക്ലാസ് 2 എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ലെന്ന് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയല്ലോ. കാര്യം നമ്മൾ ഈ ഭയങ്കര സക്സസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നവരൊക്കെ ക്ലാസ് 2ലാണ് വരുന്നത്, അല്ലേ? അത് ചെറിയ കാര്യമല്ല. അവർ ഈ ക്ലാസ് 2നെ വിളിക്കുന്നത് ബോർഡർ ലൈൻ എലീറ്റ് എന്നാണ്. എലീറ്റ്സിന്റെ ബോർഡർ ലൈനിൽ എത്തുവര് ഈ അപ്പർ മിഡിൽ ക്ലാസ് എന്ന് പറയുന്നത്. ചെറിയ കാര്യമല്ല അത്. ഇപ്പൊ ക്ലാസ് 3യിൽ നിൽക്കുന്നവർക്ക് ക്ലാസ് 2ലേക്ക് എങ്ങനെ ഇന്റർ ക്ലാസ് ജമ്പ് നടത്താം? അപ്പൊ അയൺ ഗേറ്റ്സ് ഉണ്ട്. അയൺ ഗേറ്റ്സ് എന്താന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ജമ്പ് ചെയ്യാൻ പറ്റൂ. ഫസ്റ്റ് അയൺ ഗേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ക്ലാസ് 3യിൽ നിൽക്കുന്ന ഒരു വർക്കിംഗ് ക്ലാസ്, ഒരു ലേബർ ആയിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യന് ഒരു അപ്പർ മിഡിൽ ക്ലാസ് ആവണമെങ്കിൽ ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ പറയുകയാണ് ഞാൻ, ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ഒരു ലേബറർ ആയിട്ടുള്ള ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ ഒരു വർക്കിംഗ് ക്ലാസ്, അല്ലെങ്കിൽ അതുപോലത്തെ ഉള്ള ഒരു മനുഷ്യൻ, നമ്മൾ ഈ ചുറ്റും കാണുന്ന മനുഷ്യർക്കുള്ളിൽ സെക്യൂരിറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്നവരും ഒക്കെ, അവർക്ക് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ, ടാക്സി ഡ്രൈവേഴ്സ്, ഇവർക്ക് അപ്പർ മിഡിൽ ക്ലാസ്സിലേക്ക് പോകണമെങ്കിൽ അതിനുള്ള ഫസ്റ്റ് ബാരിയർ എന്ന് പറയുന്നത് ലാംഗ്വേജ് ആണ്. ഇന്ത്യയെ സംബന്ധിച്ച് ലാംഗ്വേജ്, പോയ തലമുറയെ സംബന്ധിച്ച് ലാംഗ്വേജ് ഒരു പ്രധാനപ്പെട്ട ബാരിയറായി മാറി. എസ്പെഷ്യലി ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഇതിനകത്ത് പ്രത്യേകം പറയുന്നുണ്ട്, ഇന്റർ ക്ലാസ് ജമ്പിന് ഏറ്റവും കൂടുതൽ തടയിട്ടത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് മനോഹരമായി കൈകാര്യം ചെയ്യാൻ പറ്റാത്ത ഒരാൾക്ക് ക്ലാസ് ജമ്പ് നടത്തുക വളരെ ഡിഫിക്കൽട്ട് ആണ്. നിങ്ങൾ ഓൾറെഡി ക്ലാസ് 2ലാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഓൾറെഡി നിങ്ങൾ ക്ലാസ് 2ലാണ്, നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ അത്ര, അല്ലെങ്കിൽ ലാംഗ്വേജ് അത്ര പിടുത്തം ഇല്ലെങ്കിലും വിഷയമില്ല. ക്ലാസ് 3യിൽ നിൽക്കുകയാണ്, പ്ലസ് നിങ്ങൾക്ക് ലാംഗ്വേജ് ഇല്ല എന്ന് പറഞ്ഞാൽ വലിയ പാടാ. ക്ലാസ് 1ൽ നിൽക്കുകയാണ്, നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയില്ല, അതൊരു പ്രശ്നമേ അല്ല. നിങ്ങൾ എലീറ്റ് ക്ലാസ് ആണ്, നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രഞ്ച് അറിയില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ഭാഷ, അതൊരു വിഷയമേ അല്ല. നിങ്ങൾ എന്ത് പറഞ്ഞാലും ബാക്കിയുള്ളവർ കേൾക്കും. അതാണ് എലീറ്റ് ക്ലാസിന്റെ ഒരു പ്രത്യേകത. നേരെ മറിച്ച് ക്ലാസ് 3ക്കോ,
ക്ലാസ് 3 എത്ര മനോഹരമായി പറഞ്ഞാലും കേൾക്കാൻ പാടാ. അതാണ്. അപ്പൊ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ്. ഇന്ത്യയെ സംബന്ധിച്ച് ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഇതാണ് ഈ ക്ലാസ് ജമ്പ് നടത്താനുള്ള ഏറ്റവും വലിയ ബാരിയർ ആയിട്ട് നിൽക്കുന്നത്. ലക്കിലി നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ആർക്കും അത്ര ഒരു പ്രശ്നം ഇല്ല, അല്ലേ? നിങ്ങളെല്ലാവരും അത്തരത്തിൽ എഡ്യൂക്കേഷൻ കിട്ടിയവരാണ്. ഇംഗ്ലീഷ് ഇപ്പൊ പിന്നെ ആ ഇംഗ്ലീഷ് കോമൺ ആയി മാറിക്കഴിഞ്ഞു കേട്ടോ. നമ്മുടെ കാലത്തെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇംഗ്ലീഷ് എല്ലാവർക്കും അറിയാം, ഒരു കോമൺ ലാംഗ്വേജ് ആയി മാറിക്കഴിഞ്ഞു. പോയ തലമുറയ്ക്കാണ് അതൊരു വലിയ വിഷയമായിരുന്നു. അവരുടെ മക്കളെ എല്ലാം ഇംഗ്ലീഷ് മീഡിയത്തിൽ വിട്ട് പഠിപ്പിച്ചത് കൊണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള എഡ്യൂക്കേഷൻ ചെറുപ്പത്തിലേ കൊടുത്തത് കൊണ്ട് ഇപ്പോഴത്തെ തലമുറ, ഇപ്പൊ നിങ്ങളൊക്കെ ഇല്ലേ, ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഇംഗ്ലീഷ് അത്യാവശ്യം നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ലോകത്ത് എവിടെ പോയി പിന്നെ അത് മാത്രം പോരാ, ഇപ്പൊ മറ്റു ലാംഗ്വേജുകൾ പ്രശ്നമായി അല്ലേ? ഇപ്പൊ യൂറോപ്പിൽ പോയാൽ ഇംഗ്ലീഷ് കൊണ്ട് കാര്യമില്ല. ഇപ്പൊ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് മാത്രം കൊണ്ട് കാര്യമില്ല. ഓക്കെ, സെക്കൻഡ് എന്ന് പറയുന്നത് എന്താണ്? അയൺ ഗേറ്റ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് കഴിഞ്ഞാൽ ഹൈപ്പർ കോമ്പറ്റേറ്റീവ് എൻട്രൻസ് എക്സാം. തേർഡിൽ നിന്ന് സെക്കൻഡിലേക്ക് പോകാനുള്ള ഏറ്റവും വലിയ ഡിഫിക്കൽറ്റി എന്ന് പറഞ്ഞാൽ ഹൈപ്പർ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള എൻട്രൻസ് എക്സാം ആണ്. നമുക്കറിയാം ഓരോ പരീക്ഷകളുടെ നിലവാരം. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും എനിക്കറിയാം അവരെന്തുമാത്രം പെയിൻ എടുക്കുന്നുണ്ടെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട്. ഓരോരോ എക്സാമുകളുണ്ടല്ലോ ക്ലിയർ ചെയ്യേണ്ട, നമുക്ക് മുമ്പോട്ട് പോകാനുള്ള ഓരോരോ എക്സാമുകൾക്ക് വേണ്ടി നിങ്ങൾ എന്തുമാത്രം എഫേർട്ട് എടുക്കുന്നുണ്ട്, നിങ്ങൾ എന്തുമാത്രം രാത്രികൾ ഉറങ്ങാതെ ചിലവഴിക്കുന്നുണ്ട്, നിങ്ങൾ എന്തുമാത്രം അതിനെ വിഷ്വലൈസ് ചെയ്യുന്നുണ്ട്, എന്തുമാത്രം അതിനുവേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്, എനിക്കറിയാം. അപ്പൊ ഹൈപ്പർ കോമ്പറ്റേറ്റീവ് എൻട്രൻസ് എക്സാം രണ്ടാമത്തെ കാര്യമാണ്. മൂന്നാമത്തെ കാര്യം നെറ്റ്വർക്കിംഗ് ആൻഡ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആക്സസ് ആണ്. നെറ്റ്വർക്കിംഗ് ഒരിക്കലും തേർഡ് ക്ലാസ്സിൽ നിൽക്കുന്ന ഒരാൾക്ക് ഒരു എഞ്ചിനീയറോ ഡോക്ടറോ ലോയറോ പ്രൊഫസറോ ആകാനുള്ള നെറ്റ്വർക്കിംഗ് ഉണ്ടാവില്ല. അയാൾ കുട്ടിക്കാലം മുതലേ അതിനുവേണ്ടി പരിശീലിപ്പിക്കപ്പെട്ടിട്ടില്ല. അഥവാ അയാൾ എങ്ങനെയും പരിശീലിപ്പിക്കപ്പെട്ടാലും അയാൾക്ക് അതിലേക്ക് പോകാനുള്ള ജോബ് ഓപ്പർച്യൂണിറ്റി നെറ്റ്വർക്കിംഗ് ഉണ്ടായിരിക്കില്ല. കാര്യം നിങ്ങൾക്ക് എവിടെയാണ് ഒഴിവുള്ളതെന്ന് പറഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾക്കൊരു കോളേജ് പ്രൊഫസർ ആകണമെങ്കിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കും, പക്ഷെ എവിടെയാണ് ഒഴിവുള്ളത്, ആരെ വിളിച്ചാലാണ് നിങ്ങൾക്ക് അങ്ങോട്ട് ആക്സസ് കിട്ടുക? ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഈ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആയിട്ട് വീട്ടിൽ ഇരിക്കുകയുള്ളൂ. അങ്ങനെ എത്ര പേരായിരിക്കണം എന്നറിയാവോ? എനിക്ക് ഒരുപാട് പേരെ അറിയാം, ഹൈലി ക്വാളിഫൈഡാ. അവരുടെ ഒരു സ്വപ്നം എന്ന് പറഞ്ഞാൽ ഒരു കോളേജ് പ്രൊഫസർ ആവുക എന്നുള്ളതാണ്. പക്ഷെ ആവുന്നില്ല. എന്തുകൊണ്ടാവുന്നില്ല? നെറ്റ്വർക്കിംഗ് ഇല്ല. അതായത് അവർക്ക് എവിടെ നോക്ക് ചെയ്താലാണ് തുറക്കുക എന്നറിയില്ല. അതുകൂടെ കിട്ടിയാലേ നമ്മൾ അങ്ങോട്ട് ആവുള്ളൂ. ക്വാളിഫിക്കേഷൻ പ്ലസ് എവിടെ നോക്ക് ചെയ്യണം എന്നും കൂടെ പഠിക്കണം. എവിടെയാണ് അതുള്ളത് ശരിക്കുള്ള ഓപ്പർച്യൂണിറ്റി. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഗസ്റ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്തിട്ട് വരും. ഗസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ അവര് ശരിക്കും അത്ര സുഖമുള്ള ഒരു ഏർപ്പാടൊന്നുമല്ല. ചില കോളേജിൽ നിന്നും ഗസ്റ്റുകൾ നല്ലോണം പിഴിയുന്നുണ്ട്. ശരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന ആ സ്ഥലത്തെത്താ ഡിഫിക്കൽട്ടാണ്. നമ്മുടെ കയ്യിൽ ബാക്കിയെല്ലാം ഉണ്ടെങ്കിൽ പോലും. അപ്പൊ നെറ്റ്വർക്കിംഗ് ആൻഡ് ജോബ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കൾച്ചറൽ കോണ്ടെക്സ്റ്റ് ആൻഡ് ബോഡി ലാംഗ്വേജ്. അത് അദ്ദേഹം ചേതൻ എടുത്തു പറയുന്നൊരു കാര്യമാണ്. നിങ്ങൾ വരുന്ന കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് ഒരു ബോഡി ലാംഗ്വേജ് തരും. ഈ ബോഡി ലാംഗ്വേജ് ഒരു പ്രശ്നമാണ്. നിങ്ങൾക്ക് ഒരു തേർഡ് ക്ലാസ് ബോഡി ലാംഗ്വേജ് ആണെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ ഇരിക്കുള്ളൂ. അതായത് ഒരു ഡെലിവറി ബോയ്ക്ക് ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ട്, ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ ഈ ബോഡി ലാംഗ്വേജും ഈ കൾച്ചറൽ കോണ്ടെക്സ്റ്റിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. ഈ വർക്കിംഗ് ക്ലാസിന്റെ കൾച്ചറൽ കോണ്ടെക്സ്റ്റിൽ നിന്ന് കിട്ടുന്ന ഒരു ബോഡി ലാംഗ്വേജാണ്. ഞാൻ ഫോർ എക്സാമ്പിൾ പറഞ്ഞുതരാം. വർക്കിംഗ് ക്ലാസ്സിലുള്ള ഒരാൾക്ക് ഒരിക്കലും കോൺഫിഡന്റ് ആയിരിക്കില്ല അയാൾ. എന്തുകൊണ്ട് കോൺഫിഡന്റ് അല്ല? അയാൾ ശ്രമിച്ച് പരാജയപ്പെടുകയാണ്, നിരന്തരം ഇപ്പൊ വർക്കിംഗ് ക്ലാസ്സിലായിട്ടിരിക്കാൻ ആർക്കും താല്പര്യം ഉണ്ടാവില്ലല്ലോ. എല്ലാവരും ഒരു സർക്കാർ ജോലിക്ക് വേണ്ടി ശ്രമിച്ച് കിട്ടാതെ തിരിച്ചു പോയിട്ട് പല ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കുന്ന ഒരുപാട് പേരില്ലേ. അപ്പം ഇവരുടെയൊക്കെ ഒരു പ്രശ്നം കോൺഫിഡൻസ് ലെവൽ താഴോട്ട് പോകും. വർക്കിംഗ് ക്ലാസിന്റെ ഒരു പ്രോബ്ലം അതാണ്, കോൺഫിഡൻസ് ലെവൽ താഴോട്ട് പോകും. ഈവൻ മിഡിൽ ക്ലാസ്സിൽ ആ പ്രശ്നമുണ്ട്. കോൺഫിഡൻസ് ലെവൽ താഴോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എന്തായി? നമ്മുടെ ബോഡി ലാംഗ്വേജ് എന്തായി മാറി? നമ്മളുടെ ആ സ്ട്രെയിറ്റ് ആയിട്ടുള്ള പോസ്ചർ തന്നെ മാറിപ്പോകും. അതായത് നമ്മുടെ ശരിക്കുള്ള ഒരു ഫിഗർ ഇല്ലേ, അത് മാറും. നമ്മളിങ്ങ് കൂനിപ്പോവും. കോൺഫിഡൻസ് പോയി കഴിഞ്ഞാൽ ഓവർ എ പീരീഡ് ഓഫ് ടൈം നമ്മൾ കൂനിപ്പോവും, നമ്മൾ ഉള്ളിലേക്ക് വലിഞ്ഞു പോകും. ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ള ആൾക്കാരും അങ്ങനെ അത് വേറെ. ഇത് കോൺഫിഡൻസ് പോയിട്ട് ഉള്ളിലേക്ക് വലിഞ്ഞു പോകും, നമ്മൾ തല കുനിഞ്ഞു പോകും. നമ്മളൊരു സ്ഥലത്ത് നടന്നു വരുന്നത് കണ്ടാൽ അറിയാം ഏത് ക്ലാസ്സിൽ നിന്ന് വരുന്നതെന്ന് അറിയാൻ പറ്റും.
അല്ലെങ്കിൽ അയാളുടെ സൈക്കോളജി അറിയാൻ പറ്റും. അയാൾ കോൺഫിഡന്റ് ആണോ, അയാൾ ഓപ്പൺ ആണോ, അയാൾ ഹൈഡ് ചെയ്യുന്നുണ്ടോ, അയാൾ പിന്നെ സ്ട്രൈറ്റ് ഫോർവേഡ് ആണോ, അതോ അയാൾ ഡോമിനേറ്റ് ചെയ്യാൻ വരുവാണോ? ഇങ്ങനെ ഒരു 100 കൂട്ടം കാര്യങ്ങൾ അവരുടെ ബോഡി ലാംഗ്വേജിൽ നിന്ന് വായിച്ചെടുക്കാം. തേർഡ് ക്ലാസ്സിന് എന്തുണ്ടാവില്ല? കോൺഫിഡൻസ് ഉണ്ടാവില്ല. കോൺഫിഡന്റ് ബോഡി ലാംഗ്വേജ് അയാൾക്കുണ്ടാവില്ല. വർക്കിംഗ് ക്ലാസ്സിന് ഉണ്ടാവില്ല. അതൊരു സാഡ് റിയാലിറ്റിയാണ്. കാര്യം അവർക്ക് അതിനുള്ള ട്രെയിനിങ് കിട്ടുന്നില്ല, അവർക്ക് അതിനുള്ള നോളജ് കിട്ടുന്നില്ല, അവർക്ക് അതിനുള്ള സമയം കിട്ടുന്നില്ല. അവരിങ്ങനെ ഒരു സമയമില്ലാതെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് വർക്കിംഗ് ക്ലാസ്. ഞാൻ വിരാജിന്റെ കാര്യം തന്നെ നിങ്ങൾ കേട്ടതല്ലേ? ബോംബെയിൽ ജീവിക്കുന്നത് 18,000 രൂപയ്ക്കാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, അയാളുടെ ലൈഫ് എന്തുമാത്രം സ്ട്രഗിൾ ആയിരിക്കുന്നു. ശരി, ഓക്കെ. അപ്പോൾ തേർഡ് ക്ലാസ്സിൽ നിന്ന് സെക്കൻഡ് ക്ലാസ്സിലേക്ക് പോകാൻ എന്തൊക്കെയാണുള്ളത്? നെറ്റ്വർക്കിംഗ് ഇല്ല, പിന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒരു പ്രശ്നമാണ്, ഹൈപ്പർ കോമ്പറ്റീവ് എൻട്രൻസ് എക്സാം, നെറ്റ്വർക്കിംഗ്, ജോബ് ഓപ്പർച്യൂണിറ്റീസ്, ബോഡി ലാംഗ്വേജ് ആൻഡ് കൾച്ചറൽ കോണ്ടെക്സ്റ്റ്. ഇതാണ് അയൺ ഗേറ്റ്. ഇതാണ് തേർഡിൽ നിന്ന് സെക്കൻഡിലേക്ക് പോകാനുള്ള അയൺ ഗേറ്റ്. ഇനി സെക്കൻഡിൽ നിന്ന് ഫസ്റ്റിലേക്ക് പോകാൻ എന്തൊക്കെയാണ് പ്രശ്നം? സെക്കൻഡിൽ നിന്ന് ഫസ്റ്റിലേക്ക് പോകല് കമ്പാരിറ്റീവ്ലി എന്താണ്? എളുപ്പമാണ്. കമ്പാരിറ്റീവ്ലി എളുപ്പമാണ്, ബട്ട് സ്റ്റിൽ ഡിഫിക്കൽട്ട്. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ലാംഗ്വേജും മറ്റേയാളുടെ ലാംഗ്വേജും പാരിറ്റി ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. എലീറ്റ് ക്ലാസിന്റെ ലാംഗ്വേജും അപ്പർ മിഡിൽ ക്ലാസിന്റെ ലാംഗ്വേജിലും പാരിറ്റിയാണ്. രണ്ടുപേരും നന്നായിട്ട് ലാംഗ്വേജ് കൈകാര്യം ചെയ്യും, അത് ഓക്കെ. പിന്നെയോ, ഹൈപ്പർ കോമ്പറ്റീറ്റീവ് എക്സാം എലീറ്റ് ക്ലാസ്സിന് എഴുതേണ്ട ആവശ്യമില്ല. എലീറ്റ് ക്ലാസ്സിന് ഹൈപ്പർ കോമ്പറ്റീറ്റീവ് എക്സാം എഴുതേണ്ട ആവശ്യമില്ല. നെറ്റ്വർക്കിംഗ് ഒരു പ്രശ്നമാണ്. എലീറ്റ് ക്ലാസിന്റെ നെറ്റ്വർക്കിംഗ് അപ്പർ മിഡിൽ ക്ലാസ്സിന് കിട്ടില്ല. എപ്പോഴെങ്കിലും അപ്പർ മിഡിൽ ക്ലാസ്സിന് എലീറ്റ് ക്ലാസിന്റെ നെറ്റ്വർക്കിംഗ് കണക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതൊരു ഓപ്പണിംഗ് ആണ്, അതൊരു ക്രാക്കാണ്. ഈ അയൺ ഗേറ്റിലെ ഒരു ക്രാക്ക് എന്ന് പറയുന്നത് നെറ്റ്വർക്കിംഗ് ആണ്. നിങ്ങൾക്ക് എലീറ്റ് ക്ലാസ്സിന്റെ ഒരു കണക്ഷൻ, നെറ്റ്വർക്കിങ്ങിലേക്ക് നിങ്ങൾക്ക് ആക്സസ് കിട്ടിക്കഴിഞ്ഞാൽ, ഏതെങ്കിലും വിധേന ആക്സസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസ് ജമ്പ് നടത്താനുള്ള ഒരു അവസരം തുറന്നു കിട്ടും. ക്ലാസ് ജമ്പ് നടത്താനുള്ള. നെറ്റ്വർക്കിംഗ് കൊണ്ട് മാത്രമല്ല, ഇനിയുണ്ട് കാര്യങ്ങൾ. അപ്പം നമുക്ക് വേണ്ടത് ഈ സെക്കൻഡ് ക്ലാസ്സിൽ നിന്ന് ഫസ്റ്റ് ക്ലാസ്സിലേക്ക് ജമ്പ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ വേണം? നെറ്റ്വർക്കിംഗ് റൈറ്റ് അറ്റ് ദ ടോപ്പ്, ഏറ്റവും നല്ല നെറ്റ്വർക്കിംഗ് കിട്ടണം. ഇപ്പൊ യൂസുഫ് അലിയെ പോലുള്ള ഒരു വ്യവസായി കേരളത്തെയൊക്കെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പുള്ളിയാണല്ലോ, രവി പിള്ള, അവരൊക്കെയാണല്ലോ ഭയങ്കര ഈ എലീറ്റ് ക്ലാസ് എന്ന് പറയുന്നത്. അപ്പൊ അവരുടെയൊക്കെ നെറ്റ്വർക്കിംഗ് ഉണ്ടെങ്കിൽ മിഡിൽ ക്ലാസ്സിലുള്ള ഒരാൾക്ക് പൊങ്ങിപ്പോകാൻ പറ്റും. പക്ഷെ അവരങ്ങനെ ചുമ്മാ ഒന്നും നെറ്റ്വർക്കിംഗ് കൊടുക്കൂല. അവർ നിങ്ങളെ കൊണ്ട് ജോലി എടുപ്പിക്കുകയുള്ളൂ, അല്ലാണ്ട് നിങ്ങളെ നെറ്റ്വർക്കിംഗ് കൊടുത്ത് അവർ ക്ലാസ് ജമ്പ് നടത്താൻ സഹായിക്കുമോ? ഇല്ല. ക്ലാസ് ജമ്പ് നടത്താനല്ല അവർ സഹായിക്കുന്നത്. അവര് തരുന്ന ജോലി എടുത്താൽ നിങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ട് കഴിയാനുള്ള ശമ്പളം അവർ തരും. അതിനുവേണ്ടി നമ്മുടെ ടൈം മുഴുവൻ അവരങ്ങ് എടുക്കും. നല്ല പൈസ കിട്ടും. പക്ഷെ ആ പൈസ കൊണ്ടൊന്നും നമുക്ക് ക്ലാസ് ജമ്പ് നടത്താൻ പറ്റില്ല. പക്ഷെ ലാവിഷായിട്ട് ജീവിക്കാം, കംഫർട്ടബിൾ ആയിട്ട് ജീവിക്കാം. നമ്മുടെ ടൈം മുഴുവൻ അവരെടുക്കും. ടൈം ആൻഡ് എനർജി, നമ്മുടെ ഐഡിയാസ് എല്ലാം അവരെടുക്കും. പകരം നമുക്ക് പൈസ തരും. ക്ലാസ് ജമ്പ് ഒന്നും സമ്മതിക്കില്ല. പക്ഷേ കറക്റ്റ് ആ കണക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ, നെറ്റ്വർക്കിംഗ് കണക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതൊരു ക്രാക്കാണ്. 2, എന്താണ്? ഹാർഡ് പ്ലസ് സ്മാർട്ട് വർക്ക് വെൽ ബിയോണ്ട് ആവറേജ്. അതാണ് രണ്ടാമത്തെ കാര്യം. നിങ്ങൾക്ക് ക്ലാസ് ജമ്പ് നടത്തണമെങ്കിൽ, സെക്കൻഡ് ക്ലാസ്സിൽ നിന്ന് ഫസ്റ്റിലേക്ക് ജമ്പ് ചെയ്യണമെങ്കിൽ ആവറേജ് ആയിട്ട് ഒരു കാര്യമില്ല. എവിടെ തൊട്ടാലും നിങ്ങൾ ആവറേജും കവിഞ്ഞു പോയിക്കോണം, അതിനെ ട്രാൻസ് ചെയ്ത് പോയിക്കോണം. ഒരു ഉഡായിപ്പും അതിനകത്ത് പറ്റില്ല. ഫുള്ളി കമ്മിറ്റഡ് ആയിരിക്കണം ക്ലാസ് ജമ്പ് നടത്തണമെങ്കിൽ. അതല്ല ഇങ്ങനെയൊക്കെ പോയാൽ മതിയെങ്കിൽ ഓക്കെ. ക്ലാസ് ജമ്പ് നടത്തണമെങ്കിൽ നമുക്ക് ചേതൻ പറയുന്നത് നിങ്ങൾ ക്ലാസ് ജമ്പിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടേ ഇരിക്കണം, ക്ലാസ് ജമ്പ് നടത്താനല്ല എന്നാണ് പുള്ളി പറയണത്. നിങ്ങൾ ഇപ്പം എല്ലാവരും കൂടെ എലീറ്റ് ആയിട്ട് കാര്യമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ അതിനു വേണ്ടി ശ്രമിച്ചാൽ വേറെ ഒരുപാട് ഗുണങ്ങൾ വരും ഇപ്പുറത്ത്. കാര്യം നമ്മുടെ ആവറേജിനെ നമ്മൾ എന്ത് ചെയ്യണം? കവിഞ്ഞൊഴുകണം. നമ്മൾ ഒരു സ്ഥലത്ത് നമ്മൾ മുഴുവൻ ശക്തി എടുത്തിടിക്കണം. നമ്മുടെ ഏരിയ കണ്ടെത്തിയിട്ട്
അവിടെ നമ്മൾ ഫുൾ ഫോഴ്സിൽ ആഞ്ഞടിക്കണം. എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. നമ്മുടെ ഏരിയയും കണ്ടെത്തണം, നമ്മുടെ ഫുൾ എനർജി, ഫുൾ എഫേർട്ട് ഇടണം. അതാണ് ഹാർഡ് വർക്ക് പ്ലസ് സ്മാർട്ട് വർക്ക് വെൽ ബിയോണ്ട് ആവറേജ്. 3, ഗോഡ് ഗിവൺ ടാലന്റ് ആൻഡ് ക്രിയേറ്റിവിറ്റി. നമ്മുടെ ഉള്ളിൽ നമുക്കൊരു കഴിവുണ്ടല്ലോ. എല്ലാ മനുഷ്യർക്കും ഒരു ടാലന്റ് ഉണ്ട്, എല്ലാ മനുഷ്യർക്കും ഒരു ഏരിയ ഉണ്ട്, ഒരു ഏരിയ ഓഫ് അവരുടെ ഇൻഫ്ലുവൻസ് ഉണ്ട്. ആ ഏരിയ എടുത്ത് അതിലേക്ക് കംപ്ലീറ്റ്ലി ഡെഡിക്കേറ്റ് ചെയ്തിട്ട് അയൺ ഗേറ്റിൽ പോയി ഇടിക്കണം. ഈ ക്ലാസ് 2-നെയും ക്ലാസ് 1-നെയും വേർതിരിക്കുന്ന അയൺ ഗേറ്റിൽ നമ്മൾ പോയി ഇടിക്കണം. എങ്ങനെ ഇടിക്കേണ്ടത്? സ്മാഷ് ചെയ്യണത്, തകർത്ത് കളയണം. എങ്ങനെയാണത്? നമ്മുടെ കഴിവ് കണ്ടെത്തുക, കഴിവ് കണ്ടെത്തിയിട്ട് അതിലേക്ക് നമ്മളെ ഫുൾ റിസോഴ്സും അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക. എന്നിട്ട് പോയി പൊട്ടിത്തെറിക്കുക, ഒരു ബോംബ് പോലെ പൊട്ടിത്തെറിക്കുക ആ ഗേറ്റിൽ പോയി. ആ ഗേറ്റ് തകർന്ന് തരിപ്പണമായി പോകും. അപ്പം നിങ്ങൾക്ക് ക്ലാസ് ജമ്പ് നടത്താം. സെക്കൻഡിൽ നിന്ന് ഫസ്റ്റിലേക്ക് കയറിപ്പോ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇന്നൊരു പിക്ചർ കിട്ടിയിട്ടുണ്ട് അല്ലേ? എങ്ങനെയാണ് ക്ലാസ്സുകൾ വർക്ക് ചെയ്യുന്നതെന്ന് ഒരു പിക്ചർ കിട്ടിയിട്ടുണ്ട്. എന്തൊക്കെയാണ് അയൺ ഗേറ്റിൽ നിന്ന് നിങ്ങൾക്ക് പിക്ചർ കിട്ടിയിട്ടുണ്ട്. എങ്ങനെ അതിൽ നിന്ന് കയറി പോകാം എന്നും നിങ്ങൾക്കൊരു പിക്ചർ കിട്ടിയിട്ടുണ്ട്. ഇത്രയും സാധനം വെച്ചുകൊണ്ട് വേണം നമ്മൾ ബാക്കി 11 റൂൾസിലേക്ക് നമ്മൾ പോകേണ്ടത്. ഇത്രയും നോളജ് നമ്മളെ ഒരിക്കലും മറക്കരുത്. ഇത് നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ എഴുതി വെച്ചോണം. ഇത് വായുവിൽ കളയരുത്. ഇത് എഴുതി വെച്ച് വീണ്ടും 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 റിവൈൻഡ് ചെയ്തെടുത്തോണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. ഞാൻ ഈ പറയുന്നത് നിങ്ങളെ അത്യാഗ്രഹികളാക്കിയിട്ട് ഇപ്പം മനസമാധാനത്തോടുകൂടി ജീവിക്കുന്ന നിങ്ങളെ അത്യാഗ്രഹം പഠിപ്പിച്ച് നിങ്ങളെ അസ്വസ്ഥരാക്കി നിങ്ങളെ പിന്നെ ഇപ്പോൾ ഉള്ള സ്ട്രെസ്സിന്റെ മുകളിൽ പുതിയ സ്ട്രെസ് തരാനല്ല ഞാനിത് പറയുന്നത്. അങ്ങനെ ഒരു ധാരണയേ വേണ്ട. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് ടീനേജേഴ്സിനും early 20s എന്തുകൊണ്ടാണെന്ന് ചേതൻ തന്നെ പറയുന്നുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾ ക്ലാസ് ജമ്പിന് വേണ്ടി ശ്രമിക്കണം? നിങ്ങൾ അത്യാഗ്രഹികളാക്കുമല്ല, നിങ്ങളെ കൂടുതൽ സ്ട്രെസ്ഡ് ആക്കുമല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരിക്കുള്ള ഉദ്ദേശം പറഞ്ഞുതരാം. ശരിക്കുള്ള ഉദ്ദേശം എന്താണ്? അദ്ദേഹം പറയുന്നത്, അദ്ദേഹം പറഞ്ഞു, യു മേ ഓർ മേ നോട്ട് ഫൈനലി റീച്ച് ദ അബ്സല്യൂട്ട് ടോപ്പ്. നിങ്ങൾ എത്തുമായിരിക്കാം, എത്താതിരിക്കാം, അത് ഒരു വിഷയമേ അല്ല. കൃഷ്ണൻ പറയുന്നത് ഓർക്കുക. എന്താണ്? കർമ്മഫലം ഇവിടെ ഒരു വിഷയമേ അല്ല. കർമ്മഫലത്തെക്കുറിച്ച് നിങ്ങൾ ഓർക്കരുത്. നിങ്ങൾ ക്ലാസ് ജമ്പ് നടത്തി നിങ്ങൾ എന്തുകൊണ്ട് എലീറ്റിൽ എത്തില്ല എന്ന് പറഞ്ഞ് നാളെ നിങ്ങൾ സ്വയം കംപ്ലൈന്റ് ചെയ്യരുത്. അവിടെ എത്തുകയോ എത്താതിരിക്കുകയോ ചെയ്യട്ടെ. എന്തിനാണ് ഈ എലീറ്റിലോട്ട് പോണത്? അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. ബട്ട് അഡോപ്റ്റിംഗ് ദിസ് മൈൻഡ് സെറ്റ് ഓഫ് ക്രോസിംഗ് യുവർ സ്റ്റേറ്റസ് വിൽ എൻഷുർ വൺ തിങ്. നമ്മൾ നമ്മുടെ ഈ ക്ലാസ് മാറ്റാനുള്ള നമ്മുടെ ഈ എഫേർട്ട് ഉണ്ടല്ലോ, അത് ഒരു കാര്യം ഉറപ്പുവരുത്തും. യു വിൽ റീച്ച് യുവർ പൊട്ടൻഷ്യൽ ആൻഡ് ബിക്കം ദ ബെസ്റ്റ് വെർഷൻ ഓഫ് യുവർ സെൽഫ്. ഇതിനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഇതാണ് ഇതിന്റെ പോയിന്റ്. നിങ്ങൾ നിങ്ങളുടെ പൊട്ടൻഷ്യൽ എത്തും. അതല്ലേ പിന്നെ എന്തുകൊണ്ടാ കാര്യം? ഇപ്പൊ ഒരു വിമാനം നമുക്ക് റോഡിലൂടെ ഓടിച്ചുകൊണ്ട് പോകാം. അത് അതിന്റെ പൊട്ടൻഷ്യൽ അല്ല, പക്ഷെ അങ്ങനെ മതിയെങ്കിൽ അങ്ങനെ ആകാം. നല്ല സ്പീഡിൽ ഓടും വിമാനം, ഇല്ലേ? നല്ല സ്പീഡിൽ ഓടും. കരയിലൂടെ ഓടുന്ന ഏറ്റവും വേഗത കൂടിയ കാറിനേക്കാളും അത് സ്പീഡിൽ ഓടും. എന്ന് വെച്ച് നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് വിമാനം റോഡിലൂടെ ഉരുട്ടിക്കൊണ്ട് വന്നാൽ മതിയോ? പോരാ. അത് പറക്കാൻ വേണ്ടി അതിന്റെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ പറക്കലാണ്. എത്ര സ്പീഡിൽ ഓടുമെന്നല്ല അത് ചോദിക്കേണ്ടത്, വിമാനം പറക്കോ ഇല്ലയോ എന്നുള്ളതാണ് വിഷയം. അപ്പം നമ്മുടെ പൊട്ടൻഷ്യലിൽ നമ്മൾ എത്തും. ആൻഡ് ബിക്കം ദ ബെസ്റ്റ് വെർഷൻ ഓഫ് യുവർ സെൽഫ്. നിങ്ങളുടെ തന്നെ ഏറ്റവും മികച്ചൊരു വെർഷൻ നിങ്ങളുടെ ഉള്ളിലുണ്ട്. അത് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. യു വിൽ ഗെറ്റ് എ ബെറ്റർ പ്ലേസ്. നിങ്ങൾ ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഫാർ ബെറ്റർ പ്ലേസ് നിങ്ങൾക്ക് കിട്ടും. ഈവൻ ഇഫ് ഇറ്റ് ഈസ് നോട്ട് ദ ബെസ്റ്റ് പ്ലേസ്. അത് നിങ്ങൾ എലീറ്റിൽ അല്ലെങ്കിൽ പോലും നിങ്ങൾ ഇപ്പോൾ ഉള്ളതിനേക്കാൾ എത്രയോ മികച്ചൊരു ജീവിതം നിങ്ങൾ അർഹിക്കുന്നുണ്ട്. നിങ്ങൾ അതിലേക്ക് എത്തുകയും ചെയ്യും. ആൻഡ് യു വിൽ ഹാവ് എ മോർ മീനിങ് ഫുൾ ലൈഫ്. അപ്പൊ എന്താ സംഭവിക്കണേ? നിങ്ങൾ ഇതിനു വേണ്ടി നിങ്ങളുടെ മുഴുവൻ കഴിവും പുറത്തെടുക്കില്ലേ? നിങ്ങൾ അതിനെ നർച്ചർ ചെയ്യില്ലേ? അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിനൊരു മീനിങ് ഉണ്ടാകും.
നമ്മൾ നമ്മുടെ കഴിവിനെ പുറത്തെടുത്ത് അത് സൊസൈറ്റിയിലേക്ക് കൊടുത്ത് നമ്മൾ അതിനെ ആക്ച്വലൈസ് ചെയ്യുമ്പോൾ ജീവിതത്തിനൊരു മീനിങ് കിട്ടും. ഇതാണ് ശരിക്കുള്ള ക്ലാസ് ജമ്പ്. ഈ മീനിങ് ഫുൾ ലൈഫാണ് ഞാൻ നയിക്കുന്നതെന്ന് എനിക്ക് ബോധ്യപ്പെടുക. അപ്പോഴാണ് എനിക്ക് സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടാകുന്നത്. ആക്ച്വലി ഇതൊക്കെയാണ് ക്ലാസ് ജമ്പിന്റെ ശരിക്കുള്ള ഗുണങ്ങൾ എന്ന് ചേതൻ കറക്റ്റായിട്ട് അദ്ദേഹം അടിവരയിട്ട് പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹം ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടാണ് ഇത് വൈൻഡപ്പ് ചെയ്യണത്. അദ്ദേഹം പറയാണ്, there is pain in progress. അദ്ദേഹം പറയുന്നത് ഇത് എളുപ്പമൊന്നുമല്ല, ഇത് ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ക്ലാസ് ജമ്പ്. ഒരുപാട് പെയിനാണ് അത്. സുഖിച്ചുകൊണ്ട് നമുക്കിത് ചെയ്യാൻ പറ്റില്ല. ഉടായ്പ കാണിച്ച് നമുക്കിത് എങ്ങും എത്താൻ പറ്റില്ല. നമുക്ക് നമ്മളെ വഞ്ചിച്ചുകൊണ്ട് ഒന്നും എങ്ങും എത്താൻ പറ്റില്ല. നമ്മൾ ബാക്കി എല്ലാ സുഖം, ഉറക്കം, ഭക്ഷണം ഒക്കെ ആയിട്ട് എല്ലാ സുഖങ്ങളുമായിട്ട് മുമ്പോട്ട് പോയാൽ നമ്മൾ എവിടെയും എത്തില്ല. അദ്ദേഹം പറയാ, there is pain in progress and there is pain in stagnation and decline too. അദ്ദേഹം പറയാ, സ്റ്റാഗ്നേഷൻ, നിങ്ങളുടെ വളർച്ച മുരടിച്ചു പോയാൽ, മുമ്പോട്ട് പോകാതെ സ്റ്റക്കായി പോയാൽ, നിങ്ങൾ താഴോട്ട് പോയാൽ അതും പെയിനാണ്. അദ്ദേഹം ഒരു വാക്കും കൂടെ പറഞ്ഞത് നിർത്തുകയാണ്. എന്താണ് പറയണത്? ചൂസ് യുവർ പെയിൻ, ചൂസ് യുവർ പെയിൻ ആൻഡ് ചൂസ് യുവർ ഡെസ്റ്റിനി. നിങ്ങൾക്ക് ഈ രണ്ട് പെയിനിൽ നിന്ന് ഒരെണ്ണം ചൂസ് ചെയ്യാം. ഒന്നുകിൽ അദ്ദേഹം പറയുന്നുണ്ട്, പ്രോഗ്രസ് എന്ന് പറയുന്നത് പെയിൻഫുൾ ആണ്. There is pain in progress, but there is pain in stagnation and decline too. Choose your pain and choose your destiny. ഇത് മാത്രം അവിടെ എഴുതി, എല്ലാ ദിവസവും കാണുന്ന രീതിയിൽ ഇത് എഴുതി വെച്ചേക്കുക. ചൂസ് യുവർ പെയിൻ. ഏത് പെയിൻ വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. നമ്മുടെ ജീവിതം ഓരോ വർഷവും കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറയുന്നതിന് മുമ്പ് 20-കളും 30-കളും 40-കളും ഒക്കെ അങ്ങ് പോകും. ജീവിതം കയ്യിൽ നിന്ന് പോയിട്ട് ഞാൻ ഒന്നും ചെയ്തില്ല, ഞാൻ സ്റ്റക്കായി അവിടെ നിന്നു. എന്തായിരിക്കും നമ്മളുടെ അവസ്ഥ, അപ്പോഴത്തെ മാനസികാവസ്ഥ? There is pain in stagnation, there is pain in decline. നിങ്ങൾ എത്തേണ്ട സ്ഥലത്ത് നിങ്ങൾ എത്തില്ലെങ്കിൽ അത് പെയിൻ അല്ലേ? പെയിനാണ്. എന്തിന്റെ പെയിനാണത്? എൻ്റെ പൊട്ടൻഷ്യൽ ഞാൻ എത്തിയില്ല, എൻ്റെ എഫേർട്ട് ഞാൻ ഇട്ടില്ല, ഞാൻ സിൻസിയർ ആയിരുന്നില്ല, എനിക്ക് എന്നോട് തന്നെ സിൻസിയറിറ്റി ഇല്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഇടാവുന്നതിൻ്റെ എഫേർട്ട് ഞാൻ ഇട്ടില്ല. അത് പെയിനാണ്. അത് ഏറ്റവും വലിയ റിഗ്രറ്റുകളിൽ ഒന്നാണ്. മരിക്കാൻ നേരത്ത് നമുക്ക് തോന്നുന്ന ഏറ്റവും വലിയ റിഗ്രറ്റുകളിൽ ഒന്ന്, എൻ്റെ പൊട്ടൻഷ്യലിലേക്ക് ഞാൻ പോയില്ല, പല കാരണങ്ങൾ കൊണ്ടും ഞാൻ പോയില്ല, അതിനുവേണ്ടി ഞാൻ സിൻസിയർ എഫേർട്ട് ഇട്ടില്ല, ഞാൻ ഫ്രീഡത്തിനേക്കാൾ ഞാൻ സേഫ്റ്റിക്ക്, സുരക്ഷിതത്വത്തിന് പ്രാധാന്യം കൊടുത്തു. ഇത് മരണസമയത്തുണ്ടാകുന്ന ഏറ്റവും വലിയ റിഗ്രറ്റുകളിലൊന്നാണ്. അദ്ദേഹം പറയുന്നു, there is pain in progress. പ്രോഗ്രസ്സിലും പെയിൻ ഉണ്ട്. പ്രോഗ്രസ് വെറുതെ, എല്ലാം പെയിനാടോ, ഈ ലോകത്തെല്ലാം പെയിനാണ്. ഏത് പെയിൻ വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം. ഓരോന്നിൻ്റെ റിവാർഡ് പക്ഷേ ഡിഫറെൻ്റ് ആണ്. സ്റ്റാഗ്നേഷൻ പെയിനായിട്ട് വരും, അതിൻ്റെ റിവാർഡും പെയിനാണ്. പ്രോഗ്രസ് പെയിൻഫുൾ ആണ്, പക്ഷെ അതിൻ്റെ റിവാർഡോ എക്സ്റ്റസിയാണ്. എക്സ്റ്റസി, ജീവിതാനന്ദം. ഓക്കെ, അപ്പം നമ്മുടെ ആദ്യത്തെ സീക്രട്ട്, നൗ ഇറ്റ് ഈസ് നോ മോർ എ സീക്രട്ട്. ഇപ്പം അതൊരു സീക്രട്ടേ അല്ല. നിങ്ങൾ തൊട്ടിലിൽ കിടന്ന് കണ്ട ലോകമല്ലേത്, നിങ്ങൾ അമ്മയുടെ കയ്യിലിരുന്ന് കണ്ട ലോകമല്ലേത്, നിങ്ങൾ സ്കൂളിൽ പോയി പഠിച്ച ലോകമല്ലേത്, അധ്യാപകർ പറഞ്ഞു തന്ന ലോകമല്ലേത്, നിങ്ങളുടെ മെൻറ്റേഴ്സും നിങ്ങളുടെ ഫ്രണ്ട്സും നിങ്ങളുടെ വെൽവിഷേഴ്സും പറഞ്ഞു തന്ന ലോകമല്ലേത്. ഈ ലോകത്തിനൊരു സീക്രട്ട് ഐഡൻറ്റിറ്റി ഉണ്ട്. ഹാർഷായിട്ടുള്ള, അൺഅപ്പോളജറ്റിക്കലായിട്ടുള്ള, ഫോർഗിവിങ് ആയിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി ഈ ലോകത്തിനുണ്ട്. എന്താണ് ആ ഐഡൻറ്റിറ്റി? ഇറ്റ് ഈസ് ക്ലാസ് ആൻഡ് ഇറ്റ് ഈസ് ഹൈറാർക്കി. അങ്ങനെ ഒരു ലോകമാണ്. അയൺ ഗേറ്റ് കൊണ്ട് തിരിച്ച 3 ക്ലാസ്സുകളായിട്ടാണ് ലോകം നിലനിൽക്കുന്നത്. ഈ ക്ലാസ്സുകളിൽ ഇന്റർ ക്ലാസ് ജമ്പ് നടത്തുക എന്നുള്ളതാണ് ഓരോ മനുഷ്യന്റെ നിയോഗം. അങ്ങനെ ഒരു ജമ്പ് നടത്തുന്നത് അത്യാഗ്രഹം കൊണ്ടാണോ? അല്ല. നമ്മുടെ തന്നെ പൊട്ടൻഷ്യൽ കണ്ടെത്താൻ, നമ്മുടെ തന്നെ ബെസ്റ്റ് വെർഷനായി തീരാൻ, നമ്മുടെ തന്നെ ജീവിതത്തിന്റെ നിയോഗങ്ങൾ പൂർത്തീകരിക്കാൻ നമുക്ക് ഈ അറിവ് ആവശ്യമാണ്, ഈ ജമ്പ് ആവശ്യമാണ്.
There is pain in progress and there is pain in stagnation. Choose your pain wisely and you choose your destiny. That's for ഇന്നത്തേക്ക് ഇത്രയും മതി.